marketing, international marketing, financial and management, accounting, etc. She has actively participated in many extracurricular activities, and to mention her academic excellence, she was the recipient of district level merit scholarship for the district first rank in SSLC examination. She has the second uh, rank holder in the BCom degree examination, Sri Sharada College, Salem, and the seventh rank holder for MBA examination in Bharatiyar University. That's all. Thank you so much, Aditya. Shall we start, ma'am? Yes, ma'am. The floor is yours, ma'am. Thank you. Thank you so much. Actually, it's like അന്ന് ടീച്ചർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വെബിനാർ സ്റ്റാർട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുതൽ ഐ എം റിയലി എക്സൈറ്റഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് റിയലി ദ ടൈറ്റിൽ നന്നായി ഹോം കമ്മിങ് എന്ന് പറയുമ്പോൾ റിയലി ഇറ്റ്സ് ലൈക്ക് എ ഫീൽ ദാറ്റ് ഐ എം ബാക്ക് ഹോം. ഈ കോവിഡും കാര്യങ്ങളായിട്ട് ഒരു 2 വർഷമായി അങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തത്, പയ്യന്നൂരേക്കും സൈഡിലേക്കൊന്നും അങ്ങോട്ട്. അപ്പൊ ഇത് റിയൽ ആയിട്ടും ഒരു തിരിച്ചു വരവ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ടീച്ചർ ഇപ്പം സ്റ്റാർട്ടിങ് മുതലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഐ വാസ് റിയലി ഫീലിംഗ് ദാറ്റ് എന്താ മനസ്സിലൊരു അത്ര ഇമോഷണൽ ആയി പോയി. ടീച്ചർ പറഞ്ഞ പോലെ എനിക്ക് ഈ നിലയിൽ ഞാൻ ഇന്ന് ഉണ്ടെങ്കിൽ അതിന് കോമേഴ്സിനോടുള്ള അറ്റാച്ച്മെന്റും ഡിപ്പാർട്ട്മെന്റിനുള്ള, പ്രത്യേകിച്ച് പ്രേമോലി ടീച്ചറും നാരായണ മാഷിനോടുള്ള അറ്റാച്ച്മെന്റ് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതുപോലെയാണ്. കാരണം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് കോളേജിൽ. യൂഷ്വലി നെഗറ്റീവ് സൈഡ്സ് ആരും പറയാറില്ല, ബട്ട് ഐ അഡ്മിറ്റ് ദാറ്റ് ഐ ഹാഡ് ലോട്ട് ഓഫ് ഇഷ്യൂസ് ഇൻ ദ കോളേജ്. ബിക്കോസ് ഓഫ് ദാറ്റ് ഐ വാസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് സർട്ടൻ ക്ലാസ്സസ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ടീച്ചറും മാഷാണ് എനിക്ക് അത്ര മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ പിന്നെ ടീച്ചർ പറഞ്ഞ പോലെ നല്ല മാർക്ക് ഉണ്ടായിട്ട് യൂഷ്വലി ആളുകൾ ബയോളജിയും പിന്നെ എഞ്ചിനീയറിംഗിന്റെ ബാക്കിലെ പോകുമ്പോൾ I really had the passion to join commerce, and the reason is that my family was teacher varnala family business background ആയിരുന്നു. എൻ്റെ ചേട്ടൻ he was already into the management BBA പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്കൊരു ഇൻട്രസ്റ്റ് കിട്ടി. ബട്ട് ആ ഇൻട്രസ്റ്റ് എല്ലാം നിലനിർത്താനുള്ള മെയിൻ കാരണം പ്രേമോലി ടീച്ചറും നാരായണ മാഷുമാണ്. അവര് ചെയ്തു തന്ന ഹെൽപ്പ് എനിക്ക് ഒരിക്കലും മറക്കാനേ പറ്റില്ല. സോ ദേ ആർ ലൈക്ക് യുനോ ഒരു ഫാമിലി മെമ്പേഴ്സ് പോലെയാണ് എനിക്ക് എപ്പോഴും. ടീച്ചറിനോടുള്ള കടപ്പാട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഐ റിയലി ബിക്കേം വെരി ഇമോഷണൽ ടീച്ചർ ഫോർ ദാറ്റ് വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ വിച്ച് യു ഗേവ് അബൌട്ട് മീ. താങ്ക് യു സോ മച്ച്. ആൻഡ് ദ എൻറ്റയർ ടീം, ഇന്ന് ഞാൻ ഇവിടെ വരാൻ റീസൺ ആയിട്ടുള്ള ദ എൻറ്റയർ ടീം ഓഫ് പയ്യന്നൂർ കോളേജ്, ഐ express my heartfelt thanks and gratitude. Okay, so ടോപ്പിക്കിലേക്ക് പോവാനായിട്ടുണ്ടെങ്കിൽ can I present it? ആ present option എനിക്ക് കിട്ടുന്നില്ല ഇവിടെ. Nizam, one minute, I will give you. Yeah. Okay, madam, now you can share. Yeah. I'm not able to open that. എന്താണ് your entire screen കൊടുത്താൽ ഇത് you must grant permission in order to screen share. If someone can help me. Okay, I already given share their screen option. I already enabled. You are enabled. Now you can
I think screen, entire screen ആണോ അത്? Share entire screen. ഓപ്ഷൻസ് കിട്ടുന്നില്ല. എന്താണ് ഓപ്ഷൻസ് കിട്ടുന്നില്ലല്ലോ. യു ഹാവ് ടു ഗ്രാൻഡ് പെർമിഷൻ എന്നാണ് വരുന്നത് അതിൽ. ഞാൻ രണ്ടും ട്രൈ ചെയ്തു. യുവർ എൻറ്റയർ സ്ക്രീൻ ട്രൈ ചെയ്തു. അപ്പം കാൺ ഷെയർ യുവർ സ്ക്രീൻ, യു മസ്റ്റ് ഗ്രാൻഡ് പെർമിഷൻ ഇൻ ഓർഡർ ടു സ്ക്രീൻ ഷെയർ എന്ന് കാണിക്കുന്നുണ്ട്. വേർ ഷുഡ് ഐ, ഞാനാണോ പെർമിഷൻ കൊടുക്കേണ്ടത് അതിന്? കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഓർ സ്ക്രീൻ ഷെയർ എ വിൻഡോ ആണോ? അതും ട്രൈ ചെയ്തു. ഓക്കെ, ഞാൻ ആ സ്ക്രീൻ വേണമെങ്കിൽ ലൈക്ക് PPT വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്താൽ ക്യാൻ യു ഡു ഇറ്റ് ഫോർ മീ? Sure. ഏത് മെയിൽ ഐഡിയിലേക്കാണ് അയക്കേണ്ടത്? Ma'am, can you please send it through the WhatsApp? Through WhatsApp? Okay. Yeah, I'll do it. Just give me a few seconds. Okay. You can give the number as a message or your ID. No, I will send you my email ID or Nisam sir's email ID to your WhatsApp number. Okay. Shilpa, or else you give your TeamViewer access to one of them. So let them access through the TeamViewer your screen. Yes, and that is going to be the best option. I have the TeamViewer option. I will just share it. I can do that. I'm not able to find the thing. I'm sorry for the delay. Sometimes That may be slow, Shilpa. okay, I think I got the mail ID. I will send the mail ID presentation to the mail ID also. Yes, Krishna madam, ഞാൻ അയച്ചിട്ടുണ്ട് അതിലേക്ക്. Okay, ma'am. Okay. കൃഷ്ണ ടീച്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ, ഈ സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ. Co-host ആക്കിയിട്ടുണ്ടോ? ഇല്ല, എല്ലാവർക്കും സ്ക്രീൻ പ്രസന്റ് ചെയ്യാവുന്ന രൂപത്തിലാണ് ഞാൻ ചെയ്തത്, അലൗ ചെയ്തിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. Is my screen coming there? Okay. Yeah, you're നിങ്ങളത് കാണുന്നുണ്ടല്ലോ. Yeah, can you share my screen, Krishna madam? Let me try. Yeah. They already given. That's why I'm telling. Everyone can share their screen. Yeah, I don't know. എന്താണെന്ന് അറിയില്ല. ഇതില് Ma'am, you can just present now. You just click on the present now and your entire screen. Yeah, entire screen അല്ല ചെയ്തത്. Your entire screen. ഇതില് can't share your screen.
you must grant permission in order to screen share എന്ന് വരുന്നുണ്ട്. എന്റെ സൈഡിൽ നിന്ന് എവിടെയെങ്കിലും ഓൺ ചെയ്യാനുണ്ടോ ഇതില്? Maybe because of that, I don't know that if I can share the screen, then you might. Yeah, why can't I? അതാണ് അറിയില്ലാത്തത്. Maybe എനിക്ക് ഈ പോർട്ടൽ അത്ര പരിശീലനം ഇല്ല, അതുകൊണ്ടാണ്. I think present now. Usually we do the present now ഇവിടെ. Okay. Anyways, കൃഷ്ണ ടീച്ചർക്ക് ഇപ്പൊ ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? Like I've sent the slides. Okay. Let me try, ma'am. മെയിൽ ചെയ്തിട്ടുണ്ട്. Yes, I'm downloading it. Okay, in the meanwhile, just to introduce the topic, teacher, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അത് presentation വരുന്ന പോലെ നമുക്കത് ചെയ്യാം. ഇപ്പൊ ഞാൻ yeah. So I'm really not out of the emotional thing which I had just now. So okay. So the topic, teacher, soft skill nu parnapam, I thought that will be the best topic to speak in this current situation. Like we are having several lockdowns, stress, anxiety, depression, ingane kore negativity inna samayathe this soft skills or the training or trying to have an emotional intelligence or trying to have a good positivity around you will be the best thing we can do at this time. So that's why I was very happy when teacher said that I can speak on the soft skills. Soft skills എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്തില് ലൈക്ക് ഹാർഡ് സ്കിൽസ് പോലെ തന്നെ ഒരു വിഷയം നമുക്ക് ആവശ്യമുള്ള, അതിനെക്കാട്ടും ജാസ്തി ആവശ്യമുള്ള ഒരു ആസ്പെക്ട് ആണ് ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. So in this changing situations, the business models are changing. The suddenly online in the virtual meeting, we are not able to meet people. Education sector where in the section this meeting or interaction or personal interaction is the main thing which will keep us motivated and going. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മീറ്റിംഗ് ഇല്ല, ലൈക്ക് വി ആർ നോട്ട് ഏബിൾ ടു കോൺടാക്ട് പീപ്പിൾ, വി ആർ നോട്ട് ഏബിൾ ടു മീറ്റ് പീപ്പിൾ, വി ആർ നോട്ട് ഏബിൾ ടു ഹാവ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് ഡയറക്ട്ലി. ഇങ്ങനെയൊക്കെ ഇല്ലാത്ത സമയത്തിൽ ദിസ് സോഫ്റ്റ് സ്കിൽ ഇസ് ഗെയിനിങ് മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻസ് ഇൻ ദ മോഡേൺ സിനാരിയോ. Like whether it is in academics, because online എന്ന് പറയുന്നത് എനിക്കെല്ലാം സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് ഓർ സ്റ്റുഡൻസിനെ നേരിട്ട് കണ്ട് ആ ക്ലാസ് എടുക്കുമ്പോഴാണ് അതിന്റെ ഒരു ത്രില്ല്, അതിന്റെ ഒരു പാഷൻ വരുന്നത്. വെറുതെ സ്ക്രീന് നോക്കി പറയുമ്പോൾ അതിന്റെ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. ബട്ട് വി കാൻറ്റ് ഡു എനിത്തിങ്, വി ഹാവ് ടു go through this and this is the only way we can get connected with the students. അപ്പൊ അങ്ങനെ ആകുമ്പോൾ this soft skill is gaining more and more importance in modern scenario. Ma'am, Krishna ma'am, can you go to the next slide? ഇത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. Yeah, thank you. This skill set, soft skill set is all the more important because no more survival of the fittest എന്നല്ല, മുമ്പ് survival of the fittest എന്നായിരുന്നു, but it is now survival of the smartest. The more smart you are, the more you will be winning minds. So winning minds എന്നാണ് അവിടെ ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത്.
winning people, winning minds, trying to change people's life, trying to motivate them, trying to give them a positivity, try to create a kind of positive energy among the people around you. ഇതെല്ലാം ഇപ്പോഴത്തെ കാലത്ത് ആവശ്യമുള്ളത്. അപ്പോൾ soft skill is all the more important. And I'm just giving you the importance of this soft skill set. So just to break the ice a bit, students in mute either speak and option undallo teacher, can they interact? Yes, okay. So question to the students, what do you think are soft skills? Endana ee soft skills ipo endondana adu important ennu parnu, ini endana adu ennulladu can I have some opinions from you students? Because interaction with alumni naanu caption koduthirukkalla, appo endale interaction venam, we should make them speak, we should make them express their views. So what is that? Soft skills nu parnal endana? Hello, ma'am. Yes. Ma'am, soft skill mainly it is inherent in nature, and it is not achieved by through any study or work. It is mainly based on the condition we have raised from such thing. It is inherent ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ സ്വാഭാവികതയിലുള്ള സ്കില്ലുകൾ, എക്സാമ്പിൾ പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അങ്ങനെയുള്ള. Good, Aditya, good. Communication skills is an example of soft skill, right? Inherent aanu ennu parnu, but inherent aanengilum you can always develop those skills. Inherent allathavarkum, like communication skill namakku janikkumbol thanne inherent aayittu undavilla. Like we will learn to talk, but the skills, communication skills as a soft skill can definitely be developed. It can be practiced also. So that is one good example, good one. Aditya, communication skill is the best example of soft skills. Any other skill? Where arengilum? Any other skill? Communication matramalla iniyum kore undu. So if anybody wants to express their opinion, you can. What about leadership skill? Yes, definitely. Who is this man? Oh, yeah, Saurav Suresh. Yeah, sorry. Yes, definitely Saurav. Leadership skills you said, right? Yeah. Yes, exactly. You have leadership skills also in the soft skills. Adum oru skill aanu. Adum ഞാനിപ്പോ പറഞ്ഞതുപോലെ the leadership skills is very, very important in the recent times, because we need managers to motivate their team. We need teachers to motivate their students. We need more doctors to motivate their patients. Appa our leadership skills are definitely a part of your soft skills aanu. Ini vera arengilum? Good one, good. Ma'am. Hello, ma'am. Yes, Amal Govind. Yes. Ma'am, listening skills. Good, Amal. Listening skills. Megha, you wanted to say something. Megha Murali. Time management. Time management. Very good. Excellent. I'm getting all. Along with some empathy. Empathy is also a soft skill. No. Yes, definitely. Empathy is also a soft skill. Leadership la varunadana idakke empathy. You should empathize your team members. You should empathize your co-workers. You should empathize with your students. Endana ee empathy nu parayunnathu? Like we have all heard about sympathy. Empathy nu parnal endana? Megha, can you answer this also? It's sharing the feelings to another. Sharing your feelings to another, or is it understanding the other's feeling and then acting it's accordingly? Understanding and sharing the feelings to another. Okay, so it is like understanding the other person and then acting accordingly, putting yourself into other shoes എന്ന് പറയും. അപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് ഉള്ള മാതിരി ഒരു
ബിഹേവ് ചെയ്യുക ഓർ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് എംപതി എന്ന് പറയുന്നത്. ദർ ഇസ് വൺ മോർ ടേം കോൾഡ് ആസ് അപ്പത്തി. സോ സിമ്പത്തി, എംപത്തി, apathy. Apathy is totally unrelated. Like you don't consider others at all. Opposite, negative ആണ് അത്. അപ്പൊ സിമ്പത്തി. ഓക്കെ, സോ ഇപ്പൊ ധാരാളം ഓപ്ഷൻസ് നമുക്ക് കിട്ടി, ധാരാളം ആൻസേഴ്സ് കിട്ടി. ലൈക് ലീഡർഷിപ്പ് സ്കിൽസ്, ടൈം മാനേജ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലിസണിങ് സ്കിൽസ്. വെരി ഗുഡ്. സോ ഇതെല്ലാം തന്നെയാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. മാഡം, നെക്സ്റ്റ് സ്ലൈഡ്. ദിസ് ഇസ് റിയലി ക്രിയേറ്റിംഗ് എ പ്രോബ്ലം. ഓക്കെ, സോ ദിസ് സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കുറെ വേർഡ്സുകളൊക്കെ അവിടെ ഉണ്ട് പ്രസന്റേഷനിൽ. കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ലീഡർഷിപ്പ് പറഞ്ഞു, and then there are some other terms also. So this is like redefining soft skills according to the modern scenario. എങ്ങനെ നമ്മൾ നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം ഈ ചേഞ്ചിങ് ടൈംസിൽ. ഐ ടോൾഡ് യു സർവൈവൽ ഓഫ് ദി സ്മാർട്ടസ്റ്റ് ആണ് ഇപ്പോൾ. അപ്പൊ എങ്ങനെ സ്മാർട്ട് ആകാം എന്നുള്ളത് ഞാനൊരു എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു ചെറിയ ഒരു പാർട്ട് ഷെയർ ചെയ്യാം ഇവിടെ. ലൈക് വെൻ ഐ പാസ്ഡ് 10th പാസ് ചെയ്തു, പ്രീ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ വേറെ സ്റ്റേറ്റിലേക്ക് തന്നെ പോയി. I went to Tamil Nadu for my higher studies. അവിടെ പോകുമ്പം I felt that conceptual wise ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. I joined 2 months later. കാരണം ഇവിടുന്ന് റിസൾട്ട് വന്ന് അവിടെ റിസൾട്ട് ഓൾറെഡി വന്ന് അവിടെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ആയിരുന്നു. അപ്പൊ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. 2 മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം അവർ കുറെ പാഠങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ കോൺസെപ്ഷ്യൽ വൈസ് ഐ വാസ് ഗുഡ്, ബട്ട് കമ്മ്യൂണിക്കേഷൻ ഞാൻ കുറച്ച് ലാക്കിംഗ് ആയിരുന്നു. അപ്പോ ശരിക്കും ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഐ വാസ് ദ ലാസ്റ്റ് വൺ ടു പ്രസന്റ്. ഐ നെവർ മെയ്ഡ് എൻ ഇനീഷ്യേറ്റീവ് ടു ഡു എ പ്രസന്റേഷൻ. അപ്പൊ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് ലാക്ക് ചെയ്യുന്നതാണ് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് എന്ന് തോന്നിയിട്ടുള്ളത്. ലൈക് വി ഹാവ് കോൺസെപ്ച്വലി, ടെക്നിക്കലി വി ആർ വെരി ഗുഡ്. ഹാർഡ് സ്കിൽസ് നമുക്ക് നിറയെ ഉണ്ട്. അതാണ് ഹാർഡ് സ്കിൽസ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. ഹാർഡ് സ്കിൽസ് കുറെ ഉണ്ട്, ബട്ട് സോഫ്റ്റ് സ്കിൽസ് ആർ ദ തിങ് വിച്ച് വിൽ ടേക്ക് us ടു എ ഫർദർ ലെവൽ. അതായത് ആ ഹാർഡ് സ്കിൽസ് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണം നമുക്ക്. അപ്പോൾ മാത്രമേ നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ട് ഷൈൻ ചെയ്യാനും ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. So hard skills, soft skills are very, very important in your career, but it is the most difficult thing also to get, because അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇരുന്ന് പഠിച്ചാൽ സോഫ്റ്റ് സ്കിൽസ് കിട്ടില്ല, ഹാർഡ് സ്കിൽസ് കിട്ടും. നമ്മൾ ഇരുന്ന് കോൺസെപ്റ്റ്സ് പഠിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് ഹാർഡ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ലൈക്ക് യു ക്യാൻ ജോയിൻ ആർ പ്രോഗ്രാമിംഗ് ചെയ്യാം, you can have a keyboard typing skills, your writing skills, everything can be developed through hard skills, but your soft skills can be developed only through practice and experiencing. So it's an experiential skill which you have to learn. അതിനു വേണ്ടി നമ്മൾ പ്രയത്നിച്ചാലോ ഓർ നമ്മൾ പ്രാക്ടീസ് ചെയ്താലോ മാത്രമേ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് സോഫ്റ്റ് സ്കിൽസ്. ബട്ട് ഇത് ഉണ്ടെങ്കിലേ ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിൽ. സോ ഇത് ടീച്ചിങ്ങിലേക്ക് വരുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. എപ്പോഴും എന്താണ് മോട്ടീവ് എന്ന് ചോദിക്കുമ്പം ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിലായിരുന്നു മൈൻഡ് എപ്പോഴും. എന്തിനാണ് കോമേഴ്സ് എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഐ റിമെമ്പർ എന്താണ് നല്ല മാർക്ക് വാങ്ങി കോമേഴ്സ് എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴും ഐ യൂസ് ടു ഹാവ് ഓൺലി വൺ ആൻസർ, MBA ചെയ്യണം. അതിനപ്പുറം എന്താണെന്നുള്ളതൊന്നും അപ്പൊ ഒരു ആലോചന ഉണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ആഫ്റ്റർ ഐ ജോയിൻഡ് MBA and I developed my skills, I felt that I have a passion towards teaching. ആ സ്റ്റുഡൻസിനൊക്കെ കണ്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അവർക്ക് കൊടുക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് 2-way ലേണിംഗ്. ടീച്ചിങ്ങിലുള്ളവർക്കേ അറിയുള്ളൂ അതിന്റെ ഒരു അഡ്വാൻറ്റേജസ്. നമ്മളെപ്പോഴും ഒരു യങ് സ്റ്റുഡൻസിന്റെ കൂടെ ഇരിക്കുമ്പം യു ഓൾവേസ് ഹാവ് ദെയർ തോട്ട് പ്രോസസ് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ഓൾവേസ്. അവരുടെ അടുത്തുനിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, നമ്മൾക്ക് അറിയുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും. സോ ഇറ്റ്സ് ഓൾവേസ് ഫൺ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഒരു പാഷൻ ടുവേർഡ്സ് ടീച്ചിങ് കിട്ടിയത്. ആൻഡ് ദിസ് ടീച്ചിങ് പ്രൊഫഷൻ ഓർ എനി അതർ പ്രൊഫഷൻ ഫോർ ദാറ്റ് മാറ്റർ നീഡ്സ് ലോട്ട്സ് ഓഫ് സോഫ്റ്റ് സ്കിൽസ്. ഇപ്പൊ പറഞ്ഞതൊക്കെ ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പൊ ദ ഫസ്റ്റ് വൺ ഈസ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇത് വിട്ടുപോയി. നമ്മൾ പറയുമ്പോൾ ലീഡർഷിപ്പ് പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ലിസണിങ് പറഞ്ഞു, ബട്ട് മറ്റു 3 കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയി. സോ വിൽ സീ ദാറ്റ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം somebody said, Megha I think said, it is empathy. Next സ്ലൈഡിലേക്ക് പോവാം കൃഷ്ണ ടീച്ചർ. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളത് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് അത് എംപത്തി അതിൽ വരുന്നുണ്ട്. മേഘ പറഞ്ഞ എംപത്തി, ദിസ് ഇസ് പോയിന്റ് ഇസ് ഹിയർ.
സോഷ്യൽ സ്കിൽസ് ഉണ്ട് അതില്. സൊസൈറ്റിയുമായിട്ട് നമ്മൾ എങ്ങനെ പൊരുത്തപ്പെട്ട് പോകണം, ഹൗ ഡു യു മാനേജ് വിത്ത് ദ സൊസൈറ്റി, ഹൗ ഡു യു മാനേജ് യുവർ ആങ്കർ, എങ്ങനെയാണ് നമ്മുടെ ആങ്കർ മാനേജ്മെന്റ്, അതും ഒരു പാർട്ട് ഓഫ് സോഫ്റ്റ് സ്കിൽസ് ആണ്. എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ആങ്കർ, ഹൗ ഡു യു നോർമലി ഡു. ലൈക് ഈ ടൈമിൽ കുറെ ആങ്കർ ഉണ്ട്, എല്ലാവരും വീട്ടിലുണ്ടാവും. ലൈക് പീപ്പിൾ ആർ സറൗണ്ടഡ്, യു ആർ സറൗണ്ടഡ് ബൈ പീപ്പിൾ, യു ഹാവ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇമോഷൻസ് കമ്മിങ് ഇൻസൈഡ് യു. അപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഒരു ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നു, മാർക്ക് മാൻസന്റെ ഹൗ ടു എന്താ പറയാ എങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ചില കാര്യങ്ങൾക്ക് നമ്മൾ ആവശ്യമില്ലാതെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തു, ആവശ്യമില്ലാതെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പൊ അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു ബുക്ക് വായിക്കായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ലൈക്ക് യു ആർ നോട്ട് സപ്പോസ് ടു കൺട്രോൾ ഓർ സപ്രസ് യുവർ ഇമോഷൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ആങ്കർ മാനേജ്മെന്റ് ഇസ് ദ ബെസ്റ്റ് തിങ് ടു ലേൺ ഇപ്പോ. ബിക്കോസ് മെനി ഓഫ് അസ് കുറെ ആൾക്കാർ നമ്മളെ ആങ്കർ സപ്രസ് ചെയ്ത് വെക്കും, ആൻഡ് ദെൻ ഇറ്റ് വിൽ എക്സ്പ്ലോഡ് വൺ ഡേ. സോ വാട്ട് ഡു യു ഡു ടു കൺട്രോൾ യുവർ ആങ്കർ? ദ ക്വസ്റ്റ്യൻ ടു ദ ക്ലാസ് നൗ, സ്റ്റുഡൻസ്, ഹൗ ഡു യു മാനേജ് യുവർ ആങ്കർ? അല്ല, ആങ്കർ വരാറില്ലേ? എങ്ങനെ? 1 or 2 examples of anger management. അതെന്താ നിങ്ങളുടെ ഒരു മലയാളം മൂവി ഉണ്ടല്ലോ, കാളി ഓർ സംതിങ്, സായി പല്ലവി ആൻഡ് ദുൽഖർ സൽമാൻ, ഐ തിങ്ക്. കലി exactly. That is the best Shilpa. There's one more Shilpa in the class. Okay. So that can be the best example. Those who have seen that can be the best example of anger management. How the girl tries to control or manage the anger of her husband, right? So how do you manage? The answer enike vannilla iniyum class il irunnu. How do you manage? And Surya, or there was a Shilpa there. Shilpa, do you have any answer for this question? മാം, ഞാൻ ക്വസ്റ്റ്യൻ കേട്ടില്ല. ഓക്കെ. ആങ്കർ മാനേജ്മെന്റ് എങ്ങനെ ചെയ്യുന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഹൗ ഡു യു മാനേജ് യുവർ ആങ്കർ? ആങ്കർ മാനേജ് ചെയ്യാൻ മീൻസ് എല്ലാത്തിനെ കൺട്രോൾ ചെയ്ത് നമ്മള് കുറച്ച് ക്ഷമയോടെ ഇരിക്കും. എങ്ങനെ? സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത്. Do we really manage anger, or we just explode? I don't know. Most of the times we just explode and we don't have any anger management skills at all. Most of the times it happens like that. Anwar Sadiq. Anwar, you want to say something? Your mic is on. No, okay. So anger management, like you can control your anger by channelizing it in a proper way. You have anger towards someone, you do something to hurt him, adilla her or him or her, whatever, but you can channelize that anger into a good way so that you will make something creative out of it. Or you there is one Tamil movie also, this about football. I don't know, I don't remember the name, but it is Vijay's movie. Movies പറഞ്ഞാൽ നമ്മുടെ യങ് ജനറേഷനോട് കൂടി കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ഒരാള് നമ്മളടുത്ത് വിരോധിയായിട്ടുള്ളത്, the best way to prove someone that somebody who is going to hit you is that you have to live very proudly and show him that you are living very happily. അപ്പം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആങ്കർ ഉണ്ടെങ്കിലും ആ ആങ്കർ മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് ചാനൽ ചെയ്ത് ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഓർ സംതിങ് യൂസ്ഫുൾ ടു ദ സൊസൈറ്റി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേ യു ക്യാൻ കൺട്രോൾ യുവർ ആങ്കർ ആൻഡ് നോട്ട് ബൈ സപ്രസിങ് ഇറ്റ്. സോ ഇമോഷണൽ ഇന്റലിജൻസ് ഇനിയും എന്താണ് പറയേണ്ടത്? സെൽഫ് റെഗുലേഷൻ. ഹാവ് എ സെൽഫ് a channel to prove yourself, a channel to bring creativity to your thoughts. എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? Motivating others, motivating people around you. It can be your family, your friends, your students, your co-workers, angane. So, and that is also called as social skills. And idellam cheyan vendi you need one thing which is known as self awareness. You should know yourself first. Know what is your life, where are you heading to, how do you manage your time. Idellam chernu varunadana nammade emotional intelligence, or we call it emotional quotient or IQ and EQ. So idana
ഇമോഷണൽ കോഷ്യന്റ് ഓർ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ദ ബേസിക് ഫോർ യുവർ സോഫ്റ്റ് സ്കിൽസ്. സോ വൺസ് യു ഡെവലപ്പ് യുവർ ഇമോഷണൽ ഇന്റലിജൻസ്, യു വിൽ ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു take or get other skills which are required. So the next one, can we go to the next slide? അപ്പൊ നെക്സ്റ്റ് പറയുന്ന ലീഡർഷിപ്പ് സ്കിൽസ് ആണ്. ഈ ലീഡർഷിപ്പ് സ്കിൽസ് നമ്മൾ ഓൾറെഡി അറിയുന്നത് തന്നെയാണ് നമുക്ക്. അപ്പൊ അതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എന്താണെന്ന് പറയാനുള്ളത് വെച്ചാൽ ടീം സ്കിൽസ് ആണ്. ഇനി ഒന്ന്, ലൈക്ക് എവറി കോർപ്പറേറ്റ്, ഇപ്പൊ നമ്മൾ ഒരേ ഡിഗ്രി ആയിട്ടുള്ള രണ്ടുപേരുണ്ടെങ്കിലും ഒരേ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് ഒരേ സ്കിൽസ് ആയിട്ട് ഹാർഡ് സ്കിൽസ് ആയിട്ട് വരുന്ന രണ്ടുപേരുണ്ടെങ്കിൽ അതിൽ ബെസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഐ മീൻ ദ കോർപ്പറേറ്റ് പേഴ്സൺ വിൽ സെലക്ട് ദ പേഴ്സൺ ഹു ഈസ് ഹാവിംഗ് ഗുഡ് ടീം സ്കിൽസ്, ഗുഡ് ലീഡർഷിപ്പ് സ്കിൽസ്. അപ്പൊ ഇത് ഡെഫിനറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ലൈഫിൽ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാം. വെൻ ഐ വാസ് വർക്കിംഗ് ഇൻ വാസൻ, അവിടെ ഞാൻ പ്രിൻസിപ്പൽ ആയിട്ടായിരുന്നു ഉണ്ടായത്. അപ്പൊ ഐ ഹാഡ് ടു select students and team members for the hospital. അവിടെ ഹോസ്പിറ്റൽ എൻവയൺമെന്റ് ആയിരുന്നു, അവിടെ പേഷ്യന്റ് കെയർ മാനേജ്മെന്റിനുള്ള ടീം ആയിരുന്നു എന്റേത്. അപ്പൊ അവിടെയുള്ള പേഴ്സൺസിനെ സെലക്ട് ചെയ്യുമ്പം മൈ ബോസ് ഓർ ദ ഓണർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ യൂസ് ടു സേ ദാറ്റ് എനിക്ക് ടെക്നിക്കൽ സ്കിൽസ് അറിയണമെന്നില്ല, ഐ വിൽ ട്രെയിൻ ഹിം ഓർ ഹെർ ഫോർ ദ ടെക്നിക്കൽ സ്കിൽസ്. എങ്ങനെ ബി പി എടുക്കണം, എങ്ങനെ ഇഞ്ചക്ഷൻ വാക്സിൻ കൊടുക്കണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പഠിപ്പിക്കാം. ഐ വാണ്ട് റിയൽ leadership skills, I want social skills to be inherent or to be there in them, because അത് നമ്മൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ആസ് somebody told, it is inherent എന്ന് പറയുന്ന ആ ഇൻഹറൻസി നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഓൾറെഡി ഉണ്ടാവണം. അത് അപ്പൊ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ലീഡർഷിപ്പ് സ്കിൽസ് ഓർ സോഷ്യൽ സ്കിൽസ് ഇസ് എ തിങ് വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ വെൻ യു സീ യുവർ കരിയർ എന്താണെന്നുള്ളത്. അപ്പൊ യൂഷ്വലി എന്ത് ചെയ്യും ലീഡേഴ്സ്, എന്താ ചെയ്യാ, മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാൻ നോക്കും. ടീം മെമ്പേഴ്സിനെ ഡോണ്ട് ട്രൈ ടു ചേഞ്ച് അതേഴ്സ്, യു ജസ്റ്റ് ട്രൈ ടു മോട്ടിവേറ്റ് ദം ആൻഡ് ഗിവ് ദം ദ വേസ് ഇൻ വിച്ച് ദേ ക്യാൻ ചേഞ്ച്. പറയാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ദാറ്റ് ഈസ് ദ തിങ്, ബെസ്റ്റ് തിങ്. ഡോണ്ട് ട്രൈ ടു ചേഞ്ച് അതേഴ്സ് ആൻഡ് ദെൻ ബി അപ്രീഷിയേറ്റ്. എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, അപ്രീഷിയേറ്റ് ഇൻ പബ്ലിക് ആൻഡ് ക്രിട്ടിസൈസ് ഇൻ പ്രൈവറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ യൂസ് ആവുന്ന സ്കിൽസ് ആണ്. എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണം, ഹൗ ഡു യു ഹാവ് ടു ബി മോർ ക്രിയേറ്റീവ് ഇൻ യുവർ അപ്രീസിയേഷൻ, മോർ പോസിറ്റീവ്. ഇപ്പൊ അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, അവിടെ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ. സ്റ്റുഡൻസിന് ഒരു ചോദ്യമാണ്, അവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്, ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഹൗ ഡു യു ഇന്റർപ്രറ്റ് ദാറ്റ്? അതിൽ എന്താണ് കാണുന്നത് സ്റ്റുഡൻസ്? എന്താണ്? സനൂദ, ഞാൻ ഇവിടെ കാണുന്ന പേരുകൾ വെറുതെ അഡ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. Sanuda, can you tell me what is there on the screen? Vandana left. Vandana nu parayumbodekku Vandana left. Amal Govind. Hello, Vandana, are you there? Yes. No, I am Aryashri. Aryashri, yes please. Aryashri, okay. Aryashri, avada picture ഒന്ന് കാണുന്നുണ്ട്, ബ്ലൂ കളർ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം. ഇത് എങ്ങനെയാണ് ആര്യശ്രീക്ക് തോന്നുന്നത്? ആ ഗ്ലാസ് പകുതി ഫില്ലാണ്. That glass is half full. Half full. Okay. Half full. വേറെ ആരെങ്കിലും ഉണ്ടോ പറയാൻ? വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും വിധത്തിൽ തോന്നുന്നുണ്ടോ അത്? ആര്യശ്രീ says it's half full. നിർമ്മൽ രാജു, ഇല്ല. നവ്യശ്രീ, ഇത് interaction with alumni ആണ്. അപ്പം you have to interact with me and I need to interact with you. So what is that? Amal Govind, can you tell me? What do you see there? Half fill എന്ന് പറഞ്ഞു ആര്യശ്രീ. Ashwati. Yes, Amal. Is it Amal? Yes. Yes, Amal. I think a leader should be. അല്ല, ആ ഗ്ലാസ്സിലുള്ളത് മാത്രം പറഞ്ഞാൽ മതി. What is that which Half glass of water. That's all. Half glass of water. Okay, half glass of water. That's all. Okay. Maybe there is some other perspective. Maybe there is some other perspective in seeing that glass. Half glass, the glass filled with water and air. A new perspective.
It is not half empty or half water. You can say that it is my perception or another perspective of seeing it. Half air and half water. Can it be that? So that is why what happened to the PPT? It is not slides. Krishna teacher, adu poyo presentation. I'm still not able to present it. Okay. Okay. Share now. കാണുന്നുണ്ടല്ലോ ശില്പ? Yes, ഇപ്പൊ കാണുന്നുണ്ട് ടീച്ചർ. ഇത്ര നേരം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കാണുന്നുണ്ട്. Right. Can I control the PPT from here? What was that? ഒരു മെസ്സേജ് വന്നിരുന്നു എനിക്ക് പെട്ടെന്ന്. You can control the PPT from here. Sorry ma'am, എനിക്ക് ഇവിടെ കറണ്ട് പോയതുകൊണ്ടാണ്. Nisam sir will be sharing his screen. I'll send the PPT. No problem. We'll continue the same way. No problem. So this is like being optimistic. Idana like half full anengilum half empty. This, I think this will be known to you. Half full, half empty ennulla exercise. Like what do you see in that ennu parayumbam you must be able to see the positive aspect of it. Endana ee procrastination? Ella vishayangalum procrastination. Anyone? Have you heard about the term procrastination? Anyone? No. Okay. So I'll just continue. Yes. Aryashri. നമ്മൾ ഡിലേ ചെയ്യാൻ കാര്യം. Great. Aryashri, great. So wonderful. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കാണ്ട് ചെയ്യുക, അത് അപ്പം തന്നെ ചെയ്യുക. ദാറ്റ് ഇസ് നോൺ ആസ് ഡിലേ ചെയ്യുന്നതാണ് പ്രോക്രാസ്റ്റിനേഷൻ. സോ ഡിലേ ചെയ്യാണ്ട് അപ്പം തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ ഇസ് ഡോണ്ട് ഡിലേ യുവർ വർക്ക്. Do it immediately whenever possible or whenever is required. അത് അപ്പം തന്നെ ചെയ്യുന്നതും ഒരു കാര്യമാണ് അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ളത്. Then arrogance, of course we all have to be very very grounded at all times. Your sense of humor, ഇതൊക്കെ ലീഡർഷിപ്പ് സ്കിൽസിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. ഇംപ്രൂവിങ് യുവർ ഹ്യൂമർ സെൻസ്. ഹ്യൂമർ അറ്റ് ദ കോസ്റ്റ് ഓഫ്, not at the cost of others. Humor at your own cost. You can make jokes on yourself but not on others. അത് ഒരു ഇമ്പോർട്ടന്റ് വിഷയമാണ്. നമ്മള് സാധാരണയായിട്ട് എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. ബട്ട് ദാറ്റ് ഇസ് not an allowed thing. You can create humor on yourself. You can tell stories about yourself. You can share your experiences. ഇതൊക്കെ ഒരു ലീഡർഷിപ്പ് സ്കിൽസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. And then relaxation. Always you need to have a relaxed mind and help others also to relax. ഇപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് കുറെ വരുന്നുണ്ട്. ലൈക്ക് ഡൂയിങ് യുവർ ബ്രീതിങ് ടെക്നിക്സ് വരുന്നുണ്ട്. And then you have your writing വരുന്നുണ്ട്, part of that. All these are examples of relaxation skills. ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ this leadership skills can be improved. Can we go to the next slide? എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. സോ അടുത്തത് വരുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. ഇതും നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമുണ്ട്. അപ്പൊ ദിസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ടു തിങ്സ് ആർ ഇൻവോൾവ് ഇൻ ടു ദിസ്. വൺ ഇസ് വെർബൽ ആൻഡ് അതർ വൺ ഇസ് നോൺ വെർബൽ. അപ്പൊ ഈ വെർബൽ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഓർ വാട്ട് എവർ വി ആർ ടോക്കിംഗ്, വാട്ട് എവർ വി ആർ എക്സ്പ്രസിംഗ്, അതാണ്. ബട്ട് more than that, your non-verbal communication is very important. Appo adendana nokkan. Can we go to the next slide? What is this non-verbal communication nokkanengile? See, whenever you go to a place, nammal our first 10 seconds of meeting lana our first impression create cheyannu parayunnundu. Appo adile ee verbal verum 7% maatrana people note cheyyunnathu. So it's just what you say or your verbal thing is just 7%. And
how you sound or how you're managing your words or how you're managing your thoughts. ഈ vocal എന്ന് പറയുന്നത് അതാണ്. How you manage your thoughts. This is just 38%. The remaining 55% is how you look. That is your visual. Your visuals or your non-verbal communication takes around 55% of your first impression. So you need to be very, very important, or we need to give more importance to your visuals or your body language. Visuals endana your body language, the way you are presenting yourself, the way you are, giving your looks. It is there always. See, your verbal and vocal in the importance, but your visuals are more important when you create an impression in your impression about yourself. The eye contact which you make, the expressions which you make, the kind of smile which you have on your face. ഇതെല്ലാണ് ഈ വിഷ്വൽസിൽ വരുന്നത്. Can we go back to the previous slide? Yes. So ഇതാണ് നമ്മുടെ ബോഡി ലാംഗ്വേജിന്റെ പാർട്ടായിട്ട് വരുന്നത്. Like the way you are expressing yourself, the way you be presenting yourself. That is the way your body or language is expressing your confidence. Or the way you make your eye contact, the way you shake your hands with the other person. ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ വരുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ എഴുതാനും വായിക്കാനും ഓർ പറയാനുള്ളത് മാത്രമല്ല. ദിസ് ബോഡി ലാംഗ്വേജ് ഓൾസോ ഇസ് എ പാർട്ട് ഓഫ് തിങ് എന്നുള്ളതാണ് one important thing here. Now listening skills, അതും ആരോ പറഞ്ഞിരുന്നു. listening skills എന്താണ്? Active listening എന്ന് പറഞ്ഞാൽ let the other person speak his mind. എന്താണ് പറയാനുള്ളതെന്ന് കേട്ടതിന് ശേഷം then we try to interact or respond to that. That is known as active listening. So ഇതാണ് മെയിൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, യുവർ വിഷ്വൽസ് or your non-verbal communication and your listening skills. ഇതാണ് മെയിൻ ആയിട്ട് ഇതിൽ രണ്ടിലും വരുന്നത്. And then empathy and clarity ഇതിൽ വരുന്നുണ്ട്. Clarity is your thoughts. എന്താണ് കുറെ നമ്മൾക്ക് thoughts ഉണ്ടാവും, but we won't be able to connect the thoughts and express those thoughts. അതാണ് clarity എന്ന് പറയുന്നത്. So we need to have clarity in our thoughts. Clear thoughts ഉണ്ടാവണം. One by one പറയുന്ന thoughtsൽ ഒരു കണക്ഷൻ ഉണ്ടാവണം. അങ്ങനെ ആ കണക്ഷൻ വരുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും ചെയ്യണം. ഇനി ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വരുന്നുണ്ട് അടുത്ത സ്ലൈഡ്സിൽ. So this is about communication skills, how you create a good impression about yourself, both verbally and non-verbally. ഇതാണ് അടുത്തത്. Next one, next slide. അടുത്ത സ്ലൈഡിന്റെ അടുത്ത സ്ലൈഡ്. Next one. Yes. So idana visuals, body language, I told you, the contact and eye contact. Yes, we'll go to the presentation. So idla namukku one more thing which I wanted to explain is about the presentation skills, because when you go into your career ningalku kore presentations cheyendadayitte undavum. Like you may have to make a presentation in front of your colleagues, in front of your customers, in front of your boss, or in front of your clients. So how to make a presentation? ഇത് ഈ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, or if you want to have a good communication skill, you need to know about your subject. Definitely hard skills അവിടെ ആവശ്യമാണ്. How much time do we have? Time like 11 o'clock? Do we have to stop exactly at 11 o'clock? Krishna? No, ma'am, you can take your time. Meeting end. Okay, I may take some 10 to 15 minutes extra. That's all. I just wanted to know how long I can take. Because ചിലപ്പോ അത് കോൾ കട്ടാവുമല്ലോ, അതുകൊണ്ട് ഇല്ല മാം, ഇത് GSuite അക്കൗണ്ട് ആയതുകൊണ്ട് ഗൂഗിൾ മീറ്റ് കട്ടാവില്ല. Okay, good. So this is like you need to know your subjects well, read, browse. Now you have different options to understand. So subject la avada or whatever you are presenting, adula nammale oru nalla skilled aayittundayle maathre namukku nalla oru presentation cheyan pattullu. So that is, presentation skill is a very, very important thing. And prepare a blueprint. What are you going to explain ulladu oru blueprint pole ready aaki, then you go into that. Chala alkar, this is very, very important for the students.
നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഡോണ്ട് ഹാവ് ടു മെനി ലൈൻസ് ഇൻ എ സ്ലൈഡ്. ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിന്റെ പ്രസന്റേഷൻസിൽ കാണാറുണ്ട്, ആ വേർഡിലുള്ള അങ്ങനെ തന്നെ എടുത്ത് കോപ്പി ചെയ്ത് കട്ട് പേസ്റ്റ് ഇറ്റ്. ഡോണ്ട് ഡു ദാറ്റ്. You just give the bullet points. Don't give paragraphs in your presentations. Nobody wants to read it. Actually, appa endana gist aayittulladu, or use bullet points so that people will focus on that and understand what you are going to say. Baakiyulladu you have to develop. So that is the thing. And then animation. ചിലപ്പം എന്ത് ചെയ്യുന്നു, മറ്റുള്ളവര് ചില പ്രസന്റേഷൻ ചെയ്യുമ്പോൾ കുറെ അനിമേഷൻസ് ഉണ്ടാവും. ആ പിക്ചേഴ്സ് വരുന്ന പോലെ, വേർഡ്സ് വീഴുന്ന പോലെ, ഇങ്ങനെ വേവി ആയിട്ട് വരുന്നതൊക്കെ കുറെ അനിമേഷൻസ് ഉണ്ട്. ലിമിറ്റ് യുവർ അനിമേഷൻസ്. ദ സിമ്പിൾ, ഓക്കെ, ദ ലെസ് ഇസ് മോർ എന്ന് പറയണ്ടേ ഇവിടെ. അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ദ ലെസ് ഇസ് മോർ എന്ന് പറഞ്ഞാൽ ദ ലെസ് വേർഡ്സ് യു യൂസ്, ദ മോർ വിൽ ബി ദ അറ്റൻഷൻ. അതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി മെയിൻറ്റെയിൻ യുവർ ടൈം ഷെഡ്യൂൾ. Keep the time in mind before you start your presentation. എന്താണ് ആ ടൈമിനനുസരിച്ചുള്ള ഒരു തോട്ട്സ് ആണോ അവിടെ ഉള്ളത്, ടൈമിനനുസരിച്ചുള്ള കണ്ടന്റ് ആണോ ഉള്ളത്, അത് ഡെഫിനറ്റ് ആയിട്ട് യു നീഡ് ടു പ്ലാൻ. ആൻഡ് ദെൻ ബിഫോർ ഗോയിങ് ടു എനി presentation, try to mirror yourself. Stand in front of a mirror and explain. This is for the students who are going for their first presentation. എപ്പോഴും ക്ലാസ്സിൽ ഒരു പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എന്തായാലും ആ ആങ്സൈറ്റി, ആ വെപ്രാളം ഒക്കെ ഉണ്ടാവുമല്ലോ. എനിക്കത് ഫീൽ ആയിട്ടുണ്ട്. ലൈക്ക് വെൻ ഫോർ മൈ ഫസ്റ്റ് ജോബ് ഇൻ സോന, MBA കഴിഞ്ഞ ഉടനെ പോയതാണ്. അപ്പോ ഐ വാസ് എ ഫ്രഷർ അറ്റ് ദാറ്റ് ടൈം, 2000. അപ്പൊ ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അക്കൗണ്ട്സ് ആയിരുന്നു അപ്പൊ എനിക്ക് തന്നത്. ഫസ്റ്റ് സബ്ജക്ട് ടു ടീച്ച് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പൊ MBA ക്ലാസ്, ഫസ്റ്റ് ഇയർ MBA ക്ലാസ്സിന് പോയി. അപ്പൊ ഒരാഴ്ചയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ചെയ്തു, പ്രോബ്ലംസ്, അതിന്റെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ഡെബിറ്റ്, ക്രെഡിറ്റ്, ഇതൊക്കെ ആയിരുന്നു ആ ഫസ്റ്റ് ക്ലാസ്സിൽ പറയാനുള്ളത്. അങ്ങനെ കുറെ ആഴ്ചകളോളം പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിൽ പോയി നിന്ന് കഴിയുമ്പം അരമണിക്കൂറിൽ എന്റെ അടുത്തുള്ള കണ്ടന്റ് ഒക്കെ തീർന്നുപോയി. പിന്നെ പറയാൻ എന്താ ഉള്ളത്, ഒന്നുമില്ല. ഐ വാസ് ടോട്ടലി ഔട്ട് ഓഫ് കണ്ടന്റ് അറ്റ് ദാറ്റ് ടൈം. ദെൻ ഐ സ്ലോലി ലേൺ ഹൗ ടു മാനേജ് ടൈം. എങ്ങനെ ആ കണ്ടന്റ്സ് ഷെഡ്യൂൾ ചെയ്യണം, എങ്ങനെ ഐ നീഡ് ടു ഫിൽ ദ ഗ്യാപ്സ് വിത്ത് ഇന്ററാക്ഷൻസ് വിത്ത് ദ സ്റ്റുഡൻസ്. ഇങ്ങനെ കുറെ കാര്യങ്ങള് ഓഡിയൻസിനോട് ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ അവരുടെ മൈൻഡ് സെറ്റ് പിടിക്കാൻ പറ്റുള്ളൂ. കണക്ടിവിറ്റി വിത്ത് ഓഡിയൻസ് എന്ന് പറയും. അത് ഐ എം റിയലി മിസ്സിംഗ് ദിസ് ഇൻ ദ ഓൺലൈൻ സെഷൻസ്, കണക്ടിവിറ്റി വിത്ത് ദ സ്റ്റുഡൻസ്. അങ്ങനെ ആവുമ്പം ഇറ്റ് ക്യാൻ ബി മോർ എഫക്റ്റീവ് ഓൺലി വെൻ യുവർ ഓഡിയൻസ് ആർ ഇന്ററാക്ടിങ് വിത്ത് യു. So adana very important aspect in presentation skills, like maintain your time schedule, realize what you're going to say or understand what you're going to say, and then do a mirror test, seeing yourself in the mirror and improving your body language. To improve your body language, this is very, very important to know this video shooting yourself. Phone kandallo ippom video, you can video shoot and see how you are explaining things and how you are doing it. You can even mirror. These are very small things, but this will definitely help you to improve your presentation skills. Definitely. കാരണം നമ്മൾ വെറുതെ ഒരു കണ്ടന്റ് പറയുന്നതിനെക്കാട്ടും അത് ഒരു എക്സ്പ്രഷൻസോടെ, ഒരു സ്കിൽസോടെ പറയുമ്പം അതിനുള്ള ഇഫക്റ്റ് ഭയങ്കര ജാസ്തിയാണ്. This may not be felt in the online session, but when you are going in a real, in-person presentation, this will definitely help you a lot. Next slide. I'm bothering Krishna teacher very much. Okay, idana vera oru important thing. Like we all know communication skills alla endannu ariyam, leadership endannu ariyam, listening skills endannu ariyam. But there is something called as adaptability. Ee adaptability ennu parayunnathu endannu vechale ee endana. Now let's browse through the students. Amal, endana adaptability? Have you heard about the term adaptability? Arya? So, Amal, yes, Amal. To do Anugraha. something as similar to other, adapt. What is that? Amal? Or to take a thing practically. Practically. Okay, yes. Thinking practically, or it can also be, to put it in a good way, it is like thinking logically.
understanding or analyzing the thing. Okay, or a problem, നമുക്ക് always we'll have different problems in different aspects. Life la kore undavum, professional problems undavum, family issues undavum, angane kore undavum, so social issues undavum. Appo oru problem or oru change varumam, how to adapt according to that, how do you change according to that, how flexible you are, how do you analyze the situation and find. Every problem comes with a solution. Every problem has a solution. It's just that we have to understand or think in different terms and understand or analyze the situation. I'll give you a small story about this out of the box. Okay, can we just go to the next? This is a story of pebbles. Okay, this is a story. Next, slide. Slide. Previous. അടുത്തത് ഒരു 2-3 സ്ലൈഡ്സ് പോകാൻ പറ്റോ? ബാക്ക് അല്ല, ഫ്രണ്ട്, ഫോർവേഡ്. നെക്സ്റ്റ് വൺ. ഓക്കെ, എനിവേസ് അത് മിസ്സായിന്ന് തോന്നുന്നു ആ സ്ലൈഡ്, ബട്ട് ഐ കൻ സീ. ആ yearn to learn മുമ്പ് ബസ്സിന് ഒരു ബസ് പോലെ ഇല്ല, അതിന് ശേഷം ഒരു സ്ലൈഡ് ഉണ്ടോ? previous slide. This one. This one, exactly, this one. Next. Next one. This one. Thank you. Okay, so there is a small story, and end of that there is a question for the students to answer. Okay, adu mumbilla aa pebbles ulla pictures ulla or slide. So there's a farmer who has a very big loan. Idu kettundengilum illengilum I will repeat the story. Appo oru farmer undayirunnu, and he has a very big loan from a money lender. Korchu panam kadan vaangirunnu oru money lender inde aduthu, and then he also has a very beautiful daughter. Appo kore kaalaittu the farmer was not able to pay his money. Angane kore kaalam kayumba money lender comes. So he is a very cruel man, and then what he does is that, and then he comes with a proposal for the farmer. Appo onnukile you have to pay the money and finish off your debt, otherwise you get your daughter married to me ennu parayunnu. He is a very old, cruel and very ugly guy. So this beautiful daughter doesn't want to marry him, and then appa illa ennu parayumbom he gives also a solution, or suggestion, 3 suggestions tharunnu. Onnamathe suggestion endanu chale, I will give you a act to do, that is 2 pebbles എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലുകൾ. ആ 2 ചെറിയ കല്ലുകൾ ഗാർഡൻ എടുത്തിട്ട് ഒരു ബാഗിലേക്ക് ഇടും, and the girl has to select 1 stone. If it is a black stone, then the daughter has to marry the person and marry that money lender, and the father's debt will be cancelled. Adana or option. If she takes the white stone, he will select 2 stones, on the white or on the black. If she selects the white stone, then she need not marry the person, and the debt will be cancelled. And the third one, if she selects not to choose any stone, in that case, the money lender will file a case against the father, and he will go to the jail. So these were the 3 options. Angane, hope the option is clear. So angane undavumbam what this cruel money lender does is that he picks up 2 black stones from the garden. Aa pebbles rendum black and select cheyidu bag il idunnu. But this smart girl looks at this situation, and she understands the situation. Now, what will you suggest her? The question to the students is, how can she escape from this situation? 2 stone black aanu. Okay, a picture adutha ayinu mumbalthe slide il undayirunnu. Can we just change the Krishna teacher? Can you just change the slide? This one, idu madi. അപ്പൊ ഇതായിരുന്നു അതിന്റെ ഇത് പെബിൾസ്, ഒന്ന് വൈറ്റ് ഒന്ന് ബ്ലാക്ക്. അപ്പൊ ഗാർഡനിന് 2 ബ്ലാക്ക് പെബിൾസ് ആണ് എടുത്ത് ബാഗിൽ ഇടുന്നത്. അപ്പൊ ഈ സിറ്റുവേഷനിൽ ആ ഡോട്ടർ എങ്ങനെ ബിഹേവ് ചെയ്യണം? ഇഫ് യു ആർ അറ്റ് ഹെർ പ്ലേസ്, ഓർ വാട്ട് വിൽ യു സജസ്റ്റ് ഹർ?
Now the question, okay, എന്തൊക്കെ interesting answers വരുന്നുണ്ടെന്ന്. Anwar, I'm seeing Anwar on the screen. Nidina. Or anyone for that matter. Anwar പറയുന്നുണ്ടോ ആൻസർ? ഓൺ ആയിട്ടുണ്ടല്ലോ മൈക്ക്. എന്തായിരിക്കും നിങ്ങളുടെ സജഷൻ? കഥ മനസ്സിലായല്ലോ. വാട്ട് ഈസ് ദ പ്രോബ്ലം ഹിയർ? വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ഹിയർ? എന്തായിരിക്കും ഇതിന്റെ ഒരു സൊല്യൂഷൻ? അൻവർ. Ma'am, can you repeat? Sorry. Black stones, white stones, what do they represent? I mean, can you just say that again? Black stone, yes, I will. Black stone എന്നുള്ളത്, if she selects the black stone, ഒരു white ഒരു black ബാഗിൽ ഇടുന്നു, ആ കുട്ടി or that daughter, if she selects the black stone, she will have to get married to that money lender, and her father's debt will be cancelled. White stone ആണെങ്കിൽ മാരേജ് ചെയ്യണ്ട, but her father's debt will be cancelled. ഇതാണ് രണ്ട് ഓപ്ഷൻ. ഇപ്പൊ രണ്ടും ബ്ലാക്ക് ആണ് അതില്. How can she escape this situation? Or will she have to sacrifice, take the black stone and get married to the guy and go? എന്താണ്? What will be your suggestion? Or what would you suggest that girl to do? Definitely not marry him, but അപ്പൊ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റും? Definitely if she chooses one stone, it is black. Because both the stones he has selected is black. I do know the solution is about thinking out of the box, but I don't have a proper solution. You don't have it. Just think out of the box. Any way in which you can come out of this tricky situation. Saurabh, is it Saurabh who explained now? Yes, good, Saurabh. But then, good for your initiation. Good, thank you for your initiation. But then, think out of the box. I want everybody to think out of the box and think about some situation through which you can come out. Miss, I have a solution. Yes, please. Who is this? Karthika. Karthika, yes, please. ആ ലേഡി സ്റ്റോൺ ഒന്ന് പിക്ക് ചെയ്യും. അത് അറിയാത്ത അത് എങ്ങനെയെങ്കിലും അത് കളയും. അത് അബദ്ധത്തിലാണ് എന്ന മാറ്ററിൽ അത് കളയും. അപ്പോ ബാഗില് ബാലൻസ് സ്റ്റോണ് ബ്ലാക്ക് ആണല്ലോ, അപ്പൊ അവളെ എടുത്തത് വൈറ്റ് ആവുമല്ലോ. ഗുഡ് കാർത്തിക. ഇത് മുമ്പ് വായിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? വായിച്ചിട്ടില്ല. തോന്നിയതാണ്. Good. That is a out of the box thinking. Like what she will do is, endana actually in the solution nu parayunnathu, this is one way of solving this problem. She can just try to pick the stone, ariyada adu taala veena pole taalekku iduva, Karthika parnathu pole, എന്നിട്ട് then she will say that she will behave as if she dropped it unknowingly. ഇപ്പൊ എങ്ങനെ മനസ്സിലാവും? never bother, we will look at what is remaining in the bag. അപ്പൊ ബ്ലാക്ക് സ്റ്റോൺ ആണെങ്കിൽ എടുത്തത് വൈറ്റ് ആയിരിക്കും എന്നുള്ള ഒരു assumption. We must be sure that ബ്ലാക്ക് സ്റ്റോൺ ആണ് ബാഗിലെങ്കിൽ വൈറ്റ് സ്റ്റോൺ എന്തായാലും എടുത്തിട്ടുണ്ടാവും എന്നുള്ള ഒരു assumption. And then this money lender, definitely he won't be able to show that he is a cheater. So angana cheyidittu she can get herself escape, or she can cancel her father's debt and also not marry him, definitely. So idana or out of the box thinking ennu parayunnathu. Problem, as I told, every problem comes with a solution, and you just have to think it in a logical terms to get out of it. So problems are down. Every problem, the more problems you have, the more will be stronger you will become ennu parnittunde. So ഒരു പ്രോബ്ലം ഇത് കഴിഞ്ഞു then my life will be easy എന്നുള്ളത് ഒരു തോട്ട് ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഒരു പ്രോബ്ലം കഴിഞ്ഞാൽ മറ്റൊരു പ്രോബ്ലം അങ്ങനെ വന്നിട്ടേ ഉണ്ടാവും. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും, അതർവൈസ് the life has no meaning. So definitely you need to have this logical thinking with you. Previous slide like ഒന്ന് Krishna teacher. So that was about a logical thinking case. അതിന് മുമ്പ് ഇനി രണ്ട്, these are all small activities like which way the bus is moving. Can you identify which way the bus is moving? ഇത് കണ്ടാല് മനസ്സിലാക്കാൻ പറ്റുമോ?
This is to take your mind and find out how the picture says everything. ഇതിൽ പ്രീവിയസ് ആയിട്ടുള്ള ആ അഡാപ്റ്റബിലിറ്റി സ്ലൈഡിലേക്ക് ഒന്ന് പോവാമോ? If time permits, we'll come back to this. I just want to finish the topics and then we can come back to this small activities. Ainu mumba? Yes, this one. So this is analyze every situation from different perspective and then we can adapt to that. Idu കഴിഞ്ഞു. Next, adaptability ku shesham, there is one more thing which is learning. Yearn to learn. You should always be a good learner. ഒരു നല്ല ലേണിംഗ് മൈൻഡ് എപ്പോഴും ഉണ്ടാകും. What is that? നിങ്ങൾ റെസ്യൂമിൽ നിങ്ങൾ എഴുതുമല്ലോ. You need to prepare your resume. Final year ആണെങ്കിൽ you need to prepare your CV. That CV speaks about you. Curriculum vitae or your resume. This speaks about you. So it is like marketing yourself. As അതിൽ വന്ന് you need to write your skills. എന്തൊക്കെയാണ് skills എന്നുള്ളതുണ്ട്. അതിൽ the best thing which a corporate person can find in your resume is active learner. Learner is you need the passion to learn new things. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളുള്ള സിറ്റുവേഷനിൽ ഇറ്റ്സ് വെരി ഈസി ടു ലേൺ ഓർ ഡെവലപ്പ് എ ന്യൂ സ്കിൽ. വെറുതെ ഇരിക്കുന്ന സമയത്ത് യു ഹാവ് ഡിഫറെന്റ് പോർട്ടൽസ്. ചെറിയ ഒരു സ്കിൽ ആവാം, പാടുന്നതാവാം. നമ്മള് കുറെ ആൾക്കാര് കുക്കിംഗ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത് കണ്ടിട്ടുണ്ട്. ബേക്കിംഗ് സ്കിൽസ്, കുക്കിംഗ് സ്കിൽസ് ഒക്കെ ഈ പാൻഡമിക് ലാസ്റ്റ് ഇയർ ലോക്ക്ഡൌണും കാര്യങ്ങളെല്ലാം വരുമ്പോൾ you can develop a skill. It can be a small skill like singing. It can be, this will definitely help you to manage your stress. Like learning painting ആയിരിക്കാം. കുറെ types of വിധത്തിലുള്ള paintings ഉണ്ട്. You can develop your cooking skills. You can learn writing. You can learn എന്താ പറയാ വേറെ എന്തൊക്കെ സ്കിൽസ്. അങ്ങനെ ആരെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും സ്കിൽസ് ഡെവലപ്പ് ചെയ്തത് മാത്രമേ ഉണ്ടോ ഇതില്? Like among the students? Ma'am, can we go to the next one? Yearn to learn or a slide under. Next. This one. So learn. Yes. Anyone? Okay. Carry on, ma'am. Okay. Now I am operating the slide. There is a. Oh, okay. Thank you, Dr. Nisamuddin. Thank you, sir. Thank you so much. Okay. So this is like the learning skills ennalladum venam. Like you need to be a very active learner. Always students in English develop. English എന്നല്ല ഏത് ലാംഗ്വേജും നമ്മൾ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ എന്താണ് നമ്മുടെ കൂടെ പ്രോപ്പർ വൊക്കാബുലറി ഉണ്ടാവണം. Like whether you are explaining yourself in English or your mother tongue, I'm not against speaking mother tongue because we need mother tongue or we need our mother language to express properly. അത് ആവശ്യമാണ്. അപ്പം ഏത് ലാംഗ്വേജ് ആണെങ്കിലും you need that vocabulary with you to express your thoughts well. So own a good dictionary, have a good dictionary, keep an account of what you are reading, write, okay, the plan or jot down whatever you have. This is known as active reading. Okay, reading actively, active listening pole reading actively onnunnunde. Then you have the skim reading, like read just scanning. Verde nammal news okka vaayikunnille, news headlines maatram vaayich angotteke povum. So that is skimming ennu parayadana. So skim reading, read for pleasure. പഠിക്കുന്ന ബുക്സ് മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളും കുറെ നമ്മൾ വായിക്കണം. ലൈക്ക് ഇറ്റ് ക്യാൻ ബി എ നോവൽ, ഇറ്റ് ക്യാൻ ബി സംതിങ് വിച്ച് ഇസ് ഫിക്ഷൻ, അങ്ങനെ എന്തെങ്കിലും. So reading will definitely help you in many ways. It's a stress management thing. It's a vocabulary boosting thing. You can definitely have develop different mindsets, and this is the best situation to start your reading skills. So idum or part of your developing your soft skills on. Next one please, sir. Then these are all grooming tips, like endakayana cheyanullathu ennullathu. This is like a small, there is one book which I would suggest to read, Secrets. Etra pere vaichittunde ee book? Rhonda Byrne ennulla oru author inde book undu, Secret ennullathu. അത് വായിച്ചിട്ടില്ലാത്തവർ please go through the book. It will definitely help you to develop your thinking skills and have a positive attitude about you. ഇത് just the normal things ആണ്. How to plan a day, how to wake up early, അങ്ങനെയുള്ളത് കുറച്ച് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും this will take you a long way in developing yourself and developing your skills, soft skills. Next one, sir, please, because we are already 11:50. And then the normal thing, like whenever you have done any mistake, ask apology. Before you go into your somebody's room, ask, may I come in, or knock the door, all this.
Next one. Okay, so this is more important for your career. So what employers look for when you go for an employment? So definitely you need to have good communication skills, and then you develop a positive attitude, punctual, okay, time, proper timing, and then a responsible attitude. You must be dependable. Responsible attitude in relation. Like you, if you are responsible, you will definitely be dependable. They can depend on you. And then personal characteristics, always displaying self-confidence and your proper attitude is the best thing which you can do to get selected in a employee, because technical skills or hard skills so whatever is evident there, that is your soft skills. So develop your soft skills, reinvent yourself, develop your self-confidence, and then have a proper attitude. Attitude it should not be converted into arrogance. It's like developing an attitude which will help to boost your self-confidence and try to help. Now, I think I'm almost done with the slides. I would like to have an interaction with the students. Students in questions ചോദിക്കാനും എന്തെങ്കിലും clarification ചെയ്യാനുള്ള ഒരു 5-10 minutes ഉണ്ടല്ലോ നമുക്ക്. Sir, Nizamuddin sir, do we have another 5-10 minutes to interact with the students? Oh, sure, madam. Yes, okay. So that's about certain aspects which I wanted to talk about, and everything depends on totally on your practical implementation of these things. Nammal parayna karyangalokka life la implement cheyanam, adu experience cheyanam we will be able to develop the thing. So reinvent yourself, develop that confidence in you, have that proper attitude in you, and definitely you will be able to sharpen your hard skills, and with these soft skills you will definitely be able to shine in your career and in your life. Okay, so I now ask want the students to interact and get more clarity. They can clear their doubts, or if they want to me to answer on any aspects, I am ready. Students were really interactive. Saurav, I have seen so many students really participating in the questions which I have thrown in the class. There were some technical difficulties and internet issues and all this. സംശയം ചോദിക്കട്ടെ, അപ്പോഴല്ലേ മാഡത്തിന് വീണ്ടും സംസാരിക്കാൻ തോന്നുള്ളൂ? അതെ, യെസ് ടീച്ചർ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ലൈക്ക് വി നീഡ് ടു ഹാവ് എ പ്രോപ്പർ ഇന്ററാക്ഷൻ വിത്ത് ദ സ്റ്റുഡന്റ്സ്, ഓഡിയൻസിന്റെ സ്പിരിറ്റ് സംസാരിച്ചുകൊണ്ടത് നമുക്ക് വീണ്ടും കിട്ടുക. അപ്പൊ കുട്ടികൾ ഒരു സംശയം ചോദ്യം ഇട്ട് കൊടുത്താലാണ്. കറക്റ്റ്. സവാദ് സംസാരിക്കണ്ടല്ലോ, ലുബിൻ. Exactly, teacher. Here it's raining, ma'am. So there will be network problems for the students. I understand. How are the rains there? They're coming and leaving. It's because of these network issues. Correct. I know. നല്ല മഴയുണ്ട്. നല്ല മഴ അല്ല, ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ്. And it is cloudy here, not raining, but ആ clouds ഉള്ളതുകൊണ്ട് ജാസ്തി ചൂടാണ്. അതെ. ഇന്ന് നിങ്ങൾക്ക് മഴ കുറവുണ്ടോ അവിടെ? ലൈക് യെസ്റ്റർഡേ ഇന്നലെ ഉണ്ട്, ഇപ്പം വീണ്ടും പെയ്യാൻ തുടങ്ങി. മഴ ലോക്കലാണ്, കുറച്ച് ചെറിയ സ്ഥലത്താണ് കൂടുതൽ പെയ്യുന്നത്. അങ്ങനെ ലോക്കലാവുന്നു. കിഴക്കോട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം നല്ല ഹെവി റെയിൻ ആയി, നല്ല മഴ പയ്യന്നൂരിപ്പോ പെയ്യാൻ തുടങ്ങി. ആരും ഒന്നും ചോദിക്കുന്നില്ലേ? കൃഷ്ണേ, ആരുടെയും പേര് വിളിച്ചോ? കൃഷ്ണേ, ഹലോ മാം.
Hello. Hi, who is this? It's Abhishek. Abhishek of Final BCom. Abhishek. So, Abhishek, ma'am, yes, you just, Abhishek. like you talked about a bus puzzle, right? Could you explain that? Yes. അതിന്റെ ആൻസർ എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിന്റെ ആൻസർ ആ ബസ് കണ്ടിട്ടുണ്ടല്ലോ, ഏത് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്? കറക്റ്റ്. 2 പിക്ചേഴ്സ് നമ്മൾ മിസ് ചെയ്തു അവിടെ. ആ ബസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എങ്ങനെ കണ്ടുപിടിക്കും? അഭിഷേക്, യു തിങ്ക്? I want my students to think, or rather friends to think. Abhishek. Adile, like, adilloru door illalo, like, to get out, then how do they enter in first ഏത് place? സൈഡ് ആണ് യൂഷ്വലി ഡോർ ഉണ്ടാവുക? In India, അതാണ് ലോജിക്. ഏത് സൈഡാണ് യൂഷ്വലി ഡോർ ഉണ്ടാവുക ബസ്സിന്? Left, wait. മുമ്പിൽ ഏത് സൈഡ്? ലെഫ്റ്റ് ആണോ? It's on the other side, right? യൂഷ്വലി ലെഫ്റ്റില്. Usually left. ആ സൈഡാണ് ഉള്ളത്. അപ്പൊ എങ്ങനെ പറയും? But the one is moving right. Oh, the steering. The bus is going Steering right. ആണോ? Yeah. Steering wheel നോക്കിയിട്ടാണോ? Wait. സ്റ്റിയറിംഗ് വീൽ അല്ല, ഡോർ നോക്കിയിട്ടില്ല മനസ്സിലാക്കാൻ പറ്റുമോ നമുക്ക്? അതിൽ ഡോർ ഈ സൈഡ് കാണുന്നില്ല. അപ്പൊ ഡെഫിനറ്റ്ലി അപ്പുറത്തെ സൈഡ് ആയിരിക്കും ഡോർ. അപ്പൊ ഡോർ ലെഫ്റ്റ് സൈഡിലാവുമ്പോ തിങ് വിൽ ബി മൂവിംഗ് ടുവേർഡ്സ് യുവർ റൈറ്റ്. അങ്ങനെയല്ലേ? That's how you need to analyze. Like, this is like thinking logically or analyzing the thing and understanding. അതിന്റെ മുമ്പ് ഒരു സ്ലൈഡ് ഉണ്ട്, അതൊന്നും കൂടെ കാണിക്കാമെങ്കിൽ അതും നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. Which class has more water? To be honest, you can't generalize on that. Our fact, like the bus, door is on the left side, so the vehicle is moving to the right. Because if you're looking about the buses, Chella doors are on the front, and if you're looking at the Indian buses, most of these buses there are 2 doors. One's in front, the other one's in back. So you can't actually but both on the left side. But both are on the both on the left side. അല്ല മാം, അതുകൊണ്ട് ഞാൻ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് ചോദിച്ചത്. Because in India, the steering wheel is on the left side, and in other countries, it's mostly on the right side. Correct. അതും ആലോചിക്കാം. ബട്ട് ഇതിൽ സ്റ്റിയറിംഗ് വീലും കാണുന്നില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ഡെഫിനറ്റ്ലി ഓൺ ദ അതർ സൈഡ്. In foreign countries, maybe the other thing is the steering wheel is on the thing. Anybody who has a better answer? This has right thinking skills. You can think it in different perspectives. ഇതിന് ആൻസർ ഉണ്ടോ? Which glass has more water? Abhishek, വേറെ ആരെങ്കിലും? Nobody else is ready to answer the question? This particular where we have. Yes. I'm answering for Arya Shri. Is that you? Yes, ma'am. Yes, ma'am. Class has more water. Which has water? More water? I think it's B. Option B. Why? The object is put in that glass was very small. Then on all other glass, the objects are very big. The weight of the object are big. Good. So അതിന്റെ വെയിറ്റ് കുറവായതുകൊണ്ട് that is having more. Yes. So ഇങ്ങനെയുള്ള ചെറിയ എക്സസൈസസ് ഉണ്ടായിരുന്നു. പിന്നെ because of the time permit, limit, I didn't want to have more into that. So interesting ആയിട്ടുള്ള ഒരു രണ്ട്. So ഇതുപോലെ കുറെ whatever be the situation, you need to analyze it, see it in a proper way and understand. Any questions? Any other students? General questions ആവാം, soft skill-നെ പറ്റി ആവാം. Ma'am, I have a question. Yes, please. Ma'am, if every interview they will ask about our weakness, but in many YouTube videos, I heard that we want to say our weakness in a positive way. Yes. Ma'am, can you explain how it can? I don't know that much idea about how to express my weakness in a positive way. Yes. Arya Shri, that was a good question. So normally in an interview, we will be asked, tell me about something about your weaknesses.
So what we try to do is that our weakness എന്നുള്ളത് ഒരു പോസിറ്റീവ് കൈൻഡിൽ കൊണ്ടുവരാൻ നോക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഐ എം എ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയും. എനിക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരണം എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് വീക്ക്നെസ്. ബട്ട് നോബഡി ക്യാൻ ബി പെർഫെക്റ്റ് ഇൻ എ കംപ്ലീറ്റ് സെൻസ്. So ഇത് എങ്ങനെ പറയാന്നുള്ളത്, it is what I would suggest is that rather than trying to show your weakness as a complete positive thing, you tell your weakness as weakness itself. That will give you a more true image about yourself. അതാണ് ചെയ്യുന്നത്. നോർമലായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക, ഐ എം എന്താണ് എനിക്ക് ഞാൻ എല്ലാത്തിനും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവണം എന്ന് പറയുകയാണെങ്കിൽ അത് വീക്ക്നെസ് ഉള്ളത് നമ്മളൊരു പോസിറ്റീവ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നതാണ് അത് അവിടെ. But instead of that, what I feel is that you can show your weakness as such. Adine ipo prathyekichu people like or employers like the candidates who are very true about themselves, who would like to present a true image about themselves. So that will be my suggestion. That's how I am seeing. See, everybody has different perspective on seeing things. But what from my experience, what I have felt is that if I am an employer, I would like to have the candidate to be more true about himself. Appa endana weakness ennallathu, mostly what weaknesses do we have? We may find that I am a very enna paraya anger easy aayittu varuna aalana, or I lose patience very often ennu parayam nammale. But what I would suggest is that you explain your weakness and then what steps you have taken to overcome that weakness. That will give you a true image. Give a true image about yourself. Arya, you're getting the point? Yes, ma'am. Thank you, ma'am. Weakness parnittu how you have made steps to overcome that weakness. Adu parnale that will give you a true picture and it will show that you are taking efforts to overcome that. Okay? Thank you, ma'am. Thank you so much. That can be the, yeah. I hope I am clear, Arya. Yes, ma'am. Okay. Any other doubt? Pateri has raised a hand. Yes, please go ahead. Somebody has raised the hand. You can unmute yourself and speak. Megha Mohanan. Is this raising hands shows that you want to ask something? Go ahead, please. Pateri. Dharmajan Pateri is our alumni. He's a chartered accountant working. He just started the meeting. Nice to meet you. Yes, nice to meet you. Ma'am, kore porthulla other states unna students undu kore alla. പുറത്തുള്ള നമ്മുടെ അലുമിനി കുറെ പേര് ഇപ്പൊ രാജേഷ് ഒമാനിലാണുള്ളത്, പിന്നെ ഇപ്പൊ ധർമ്മജന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, അവനും ഗൾഫിലാണുള്ളത്. അങ്ങനെ കുറെ പേര് കോമേഴ്സ് അലുമിനിയിൽ ലിങ്ക് ഇട്ടത് കൊണ്ട് they want to know what is going on. What is going on. Yesterday I also tried to join. അപ്പൊ ഇന്നലെ കൃഷ്ണ ടീച്ചർ പറഞ്ഞു ഇനോഗ്രേഷൻ എനിക്ക് ജോയിൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ എന്തോ 100-ന് മേലെ പോയതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൃഷ്ണ ടീച്ചർ. സോ നൈസ് ടു മീറ്റ്. That's fine, no problem. Okay, nice to meet. നല്ല ഒരു പോർട്ട്, നല്ല ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദ ടീം ആൻഡ് ഇനിയും നിറയെ ഇങ്ങനെ ചെയ്യണം. അപ്പോഴാണ് നമ്മൾക്ക് ഒരു അവസരം സ്റ്റുഡൻസിന്റെ അടുത്തും അലുമിനീസിന്റെ അടുത്തും ഇന്ററാക്ട് ചെയ്യാനുള്ളത്. That's a real thing. ഈ പ്രാവശ്യം ഒരാഴ്ചത്തേക്കുള്ള ഒരു പ്രോഗ്രാം അല്ലേ, അപ്പൊ ഇത് എന്താണ്, വാട്ട് ഈസ് ഗോയിങ് ഓൺ അതറിയാൻ വേണ്ടിട്ട്. കാരണം ഈ പറഞ്ഞ ആളുകളെല്ലാം ഇപ്പൊ ധർമ്മജൻ ഒരു ക്ലാസ് കൊടുക്കും, വെങ്കടേഷ് ജൂനിയറായിട്ട് പഠിച്ച ആളുകളാണ്. പല ആൾക്കാരും പല സ്ഥലത്തുണ്ട്. ഇപ്പം വെബിനാർ ആയതുകൊണ്ട് എവിടുന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാലോ, അത് വളരെ നല്ലൊരു കാര്യമല്ലേ. അപ്പൊ കുറെ ആൾക്കാർ ഉണ്ട്. അപ്പൊ ഇന്നലത്തെ മീറ്റില് ധർമ്മജൻ കുറെ സജഷൻസ് ഇങ്ങനെ വേണം എന്നുള്ളത്. അപ്പൊ അടുത്ത എന്തായാലും ധർമ്മജനിലും ക്ലാസ് തരാൻ താല്പര്യമുള്ള കുട്ടിയാണ്. ഇപ്പൊ ഇന്ന് 7 ദിവസം സ്റ്റുഡൻസ് തന്നെയാണ് ചെയ്യുന്നത്. പട്ടേരി സാറിന് എന്താ ചോദിക്കാനുണ്ടായിരുന്നോ? ഇല്ല, അത് ചിലപ്പോ അവിടെ തിരക്കായിരിക്കും. തിരക്കുള്ളത് കൊണ്ട് ചിലപ്പം അത് അവിടുന്ന് ക്വിറ്റ് ചെയ്തതായിരിക്കും. ലെഫ്റ്റ് മീറ്റിംഗ് ആ കാണുന്നത് ധർമ്മജന്റെ. നമ്മൾക്ക് എന്നാല് ഞാൻ അഭിഷേകിനെ വിളിച്ചോട്ടെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിട്ട്.
Yes, please. Abhishek. Hello everyone, good morning. So like, first of all, thank you Shilpa ma'am for taking this class. Like there was some initial hiccups at the beginning regarding the PowerPoint, but your class actually managed to overcome it and it was really top notch. And like, as you said, it's not the survival of the fittest, but rather the survival of the smartest. And I think it's true, especially after this pandemic. So like, as you said, like everyone has some sort of hard skills, but people don't really have the soft skills. So after listening to this class, I bet most of the students will try to inculcate all the soft skills into them. So this was a really wonderful class. And you also talked about the presentation skills, communication skills, leadership skills. So it was really good. And it was really interactive too. So thank you, ma'am, for taking this wonderful class on behalf of all the students of PICO. Thank you, Abhishek. Thank you so much. ഒരു ജസ്റ്റ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇത്രയൊന്നും അഡ്വാൻസ്ഡ് ആയിരുന്നില്ല സ്റ്റുഡൻസ്. ലൈക്ക് വി നെവർ ഹാഡ് ദിസ് ഗ്രേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വാട്ട് ഐ ഫെൽറ്റ്. ബട്ട് നൗ ദിസ് ജനറേഷൻ ഓഫ് ദ സ്റ്റുഡൻസ് ഹവ് റിയലി കം അപ്പ് വെൽ. ഐ എം റിയലി ഗ്ലാഡ് ടു നോ ദാറ്റ് പീപ്പിൾ ആർ ടേക്കിംഗ് ഇനീഷ്യേറ്റീവ്സ് ടു ഡെവലപ്പ് ദെയർ സ്കിൽസ്. ഇപ്പം ഇവിടെ ഇന്ററാക്ഷൻ നോക്കുമ്പോഴും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നല്ല ഇന്ററാക്ഷൻ സ്കിൽസും ഉണ്ട്. റിയലി ഹാറ്റ്സ് ഓഫ് ടു ദ ഫാക്കൽറ്റി ടീം ഫോർ ട്രെയിനിങ് ദം ഇൻ ദാറ്റ് വേ. സോ can I invite Yukta to pay vote of thanks? Yukta. നേരത്തെ കാലങ്ങളിൽ വളരെ കുറച്ചാളുകളെ പഠിച്ചിരുന്നുള്ളൂ. അപ്പൊ കോമ്പറ്റീറ്റീവ് ഒന്നും ആവണ്ട ജോലി കിട്ടാൻ. ജസ്റ്റ് ഹാർഡ് സ്കിൽസ് ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുമായിരുന്നു. ഇപ്പോഴതല്ല സ്ഥിതി. ഹാർഡ് സ്കിൽസ് നിറയെ ആളുകൾക്ക് ഹാർഡ് സ്കിൽസ് ഉണ്ട്. അപ്പൊ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തവരെ മാത്രമേ അവരെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമല്ലേ അവർക്ക് നല്ല പൊസിഷനിൽ എത്താൻ പറ്റുന്നുള്ളൂ. അപ്പൊ നേരത്തെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം കാലം മാറുന്നു, അതിനനുസരിച്ചിട്ട് നമ്മളും മാറിക്കൊണ്ടേയിരിക്കണം. അതാണ് വേണ്ടത്. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് അല്ല, കോളേജുകളിലെല്ലാം അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് എന്റെ ഒരു തോന്നല്. അതെ, കോളേജിൽ തന്നെയും പിന്നെ എന്താണ് പറയേണ്ടത്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്സ് ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. പിന്നെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബുകൾ ഉണ്ട്. പലതരത്തിലുള്ള നമ്മൾ ഓരോ സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, കോളേജുകളും കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് മുഴുവനും എല്ലാ തരത്തിലും യൂസ് ചെയ്യുന്നില്ല. കാരണം ആ ഒരു 20 വയസ്സ് എന്ന് പറയുമ്പോൾ 20 വയസ്സ് എന്ന് പറയുമ്പോൾ കുറെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണം എന്നുള്ള രീതിയിൽ എന്ന കാഴ്ചപ്പാടാണ്. പക്ഷെ അത് കഴിഞ്ഞ് പുറത്തു വരുമ്പോഴാണ് ഇതെല്ലാം ഇത് കൊണ്ടാവൂല എന്ന് മനസ്സിലാവുന്നത്. പക്ഷെ അതുകൊണ്ട് ഞാൻ നമ്മളെ കുട്ടികളോട്, പൈന കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് പറയുന്നത്, കാരണം ഗ്രാമത്തിൽ നിന്നുള്ള കുട്ടികളാണ്, അധികം ലാംഗ്വേജ് ഒന്നും പൊതുവെ തന്നെ വളർന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പം സ്കൂളിൽ തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ക്ലബുകളെല്ലാം ഉണ്ട്. അപ്പൊ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മളെ കുട്ടികൾക്കും വടക്കൻ മേഖലയിലുള്ള കുട്ടികൾക്കും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ പിന്നെ എനിക്കൊന്ന് പറയാൻ, ഞാൻ എന്റെ പഴയ കുട്ടികളോടെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളിപ്പോ നമ്മൾ നല്ല ശില്പ പറഞ്ഞതുപോലെ നമുക്ക് നല്ല സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് പെട്ടുപോയാൽ നമ്മൾ അത് വെച്ചങ്ങ് ഡെവലപ്പ് ആവും. കാരണം നീ പ്രീ-ഡിഗ്രി കഴിഞ്ഞ് അവിടെ സ്ഥലത്ത് പോയിട്ട് ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കാൻ അറിയില്ല. കാരണം സെന്റ് മേരീസിലാണ് പഠിച്ചെങ്കിൽ അന്ന് ഇംഗ്ലീഷ് മീഡിയം ഒന്നും ഉണ്ടായിരുന്നില്ല, മലയാളം മീഡിയത്തിൽ തന്നെയാണ് പഠിച്ചത് അല്ലേ? അതെ. അപ്പോൾ പക്ഷെ സബ്ജക്ട് നല്ല തറവാണ്. അതുകൊണ്ട് അവരെക്കാളും അതിന്റെ മുമ്പിൽ നിൽക്കും. നമ്മൾ പഠിച്ചു പോയ കുട്ടികൾ എന്നോട് അത് തന്നെയാണ് പറയുന്നത്. പൈന കോളേജ് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്ജക്റ്റില് 10% ആണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു 90% ആണ്. അപ്പൊ മറ്റേത് നമ്മൾ അവരുടെ അടുക്ക് എത്തിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മളത് ഓട്ടോമാറ്റിക് ആയിട്ടും വന്നോളും. അപ്പൊ ഇപ്പൊ കുറച്ചുകൂടെ അതിനൊരു ട്രെയിനിങ് കൂടെ കൊടുക്കുമ്പോൾ കുട്ടികൾ നന്നായി വരും എന്നുള്ളതാണ് എന്റെ ഒരു തോന്നല്. രാജേഷ് എന്തോ പറയാൻ പറയുന്നുണ്ടോ രാജേഷ് എം പി? ടീച്ചറെ മലയാളം മീഡിയം എന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് ഓർത്ത് പോയി. വി ഓൾ സ്റ്റാർട്ടഡ് വിത്ത് മംഗ്ലീഷ്, മലയാളം ഇംഗ്ലീഷും എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ട്. When I reached in Bombay in 1996, വെറും മംഗ്ലീഷിൽ തുടങ്ങിയതാണ്. So from there ഇന്നത്തെ കുറെ സ്റ്റുഡൻസ് ഇതിൽ സംസാരിക്കുന്ന കാണുമ്പം they all came from I think well trained English medium students ആണെന്ന് തോന്നുന്നു. Even their accent is good, which I can hear that. ശരിയാണ്. സംസാരിക്കുന്ന മാത്രമല്ല, their
പ്രോപ്പർ ആക്സെന്റ് എല്ലാം നല്ലതാണ്. നമ്മുടെ ഒരു മല്ലു ആക്സെന്റ് എന്ന് പറയുന്നില്ല ആരും. തീർച്ചയായും യോജിക്കുന്നു സാർ. രാജേഷ് സാർ പറയുന്നതിനോട് തീർച്ചയായും യോജിക്കുന്നു. ഞങ്ങള് ഒക്കെ പോകുമ്പോ ആ മല്ലു ആക്സെന്റ് വെച്ച് തന്നെ കണ്ടുപിടിക്കുമായിരുന്നു അവര് മലയാളിയാണോ എന്ന് ചോദിക്കും. ബട്ട് ഇപ്പോഴത്തെ I took my first training in 1997. I was working with NIIT in Bombay, and being a senior sales executive, ഒരു 12 to 16 student counselors, they are from different branches. So avare oru just customer service training edukkumbo many of them were verade chirikkayirunnu class il irunnitte. Annu phone illa, namukku WhatsApp idonnum illa, endina avaru chirichadu ennu ariyan vendite I was having a pager. So ultimately end of the day pager use ചെയ്തിട്ട് just ചോദിച്ചു, can I call you back? വിളിച്ച് തിരിച്ചു ചോദിച്ചപ്പോൾ എന്തിനാ നിങ്ങൾ ചിരിച്ചത്? Sir, you have to change your accent. It's typical Mallu accent. ചില നമ്മൾ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതും you can see that I was training almost the complete Mumbai, brought up majority of them student counselors girls. So I can കുട്ടികളുടെ question answers ഒക്കെ കേൾക്കുമ്പോൾ I can see that they are well fine tuned in terms of communication. Yes. അതാണ് ഞാനും പറഞ്ഞത്. I was really surprised to see the slang or the language of these students. ശരിക്കും അതാണ് ഞാൻ ടീച്ചറിന് ചോദിച്ചത്. പുറത്തുനിന്ന് കുട്ടികളുണ്ടോ ടീച്ചറാന്ന് ചോദിച്ചത് അതാണ്. ഇപ്പം എല്ലാ സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. പിന്നെ അവര് നല്ല കെവിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. അതിന്റെ എല്ലാം കൂടി ഇൻഫ്ലുവൻസ് പിന്നെ അതെല്ലാം മാറ്റങ്ങൾക്ക് കാരണമുണ്ട്. പക്ഷെ അത് അതെ അതെ. Shall we end the session now? Yes. I invite Yukta Pardaraj. Okay. Good morning to all. ഇത് നമ്മുടെ 7-day വെബിനാർ സീരീസിന്റെ 2ാം ദിവസമാണ്. എഫക്റ്റീവ് സോഫ്റ്റ് സ്കിൽ ഫോർ സക്സസ്ഫുൾ കരിയർ എന്ന വിഷയത്തിൽ ഇൻഫോർമേറ്റീവ് ആയ ഒരു ക്ലാസ്സാണ് നമുക്ക് ലഭിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാവിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഭാവിയിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടാണ്. ഇത്രയും കോമ്പറ്റീറ്റീവ് ആയ വേൾഡിൽ സോഫ്റ്റ് സ്കിലിന്റെ പ്രാധാന്യം എന്താണെന്നോ അത് നമ്മുടെ കരിയറിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ക്ലാസ്സിലൂടെ മനസ്സിലായി. എന്താണ് സോഫ്റ്റ് സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഹാർഡ് സ്കില്ലിനെ പോലെ തന്നെ സോഫ്റ്റ് സ്കില്ലിന്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇത്തരം ഒരു ക്ലാസ് എടുത്തുന്ന പയ്യന്നൂർ കോളേജ് അലൂമിനി ഡോക്ടർ ശില്പ ഗോപാലാണ് ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ജയലൻ സാർ, കൃഷ്ണ മിസ്, ആശംസ അർപ്പിച്ച പ്രിൻസിപ്പൽ പ്രേമവലി ടീച്ചർ, സന്തോഷ് സാർ, നിസാം സാർ എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. മാത്രമല്ല ഈ പ്രോഗ്രാമിൽ സജീവമായി പങ്കെടുത്ത എല്ലാവർക്കും എന്റെ പേരിലും പയ്യന്നൂർ കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നാളെ നമ്മുടെ റിസോഴ്സ് പേഴ്സൺ എന്ന് പറഞ്ഞത് ലുക്മാൻ സൗദ് ആണ്. ലുക്മാൻ സൗദ് 2014-17 ബാച്ചിലർ സ്റ്റുഡന്റ് ആണ്. He's an IIM postgraduate. So hope to see you all tomorrow. Thanks for joining. Thank you. Thank you so much for the great opportunity. I really enjoyed this 1 or 1.5 hours. നാളെയും ജോയിൻ ചെയ്യാനുള്ള ഒരു പ്രതീക്ഷ എന്തായാലും എനിക്ക് തീർച്ചയായും ഈ 1 week സെമിനാർ അറ്റൻഡ് ചെയ്യണമെന്നുണ്ട് എന്തായാലും. So I will definitely join for tomorrow. Okay, ma'am. We will share the link with you. Okay, ma'am. Thank you. Please. Thank you, teacher. Thank you, Premoli teacher. ഓക്കെ ശില്പ, നാളെ ഏതായാലും പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലേ, അതുകൊണ്ട് ജോയിൻ ചെയ്യൂ. അതെ, അതുകൊണ്ട് ഫ്രീ ആണ്. അതുകൊണ്ട് രാവിലെ ജോലികളെല്ലാം തീർത്ത് വെച്ച് ജോയിൻ ചെയ്യും. തീർത്ത് വെച്ചിട്ട് ഡെഫിനറ്റ്ലി ഇതൊരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് സ്റ്റുഡൻസിന് മാത്രമല്ല ഞങ്ങൾക്കും. സോ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് ആൻഡ് ഇനിയും കുറെ സെഷൻസ് ഇങ്ങനെ നടത്തണം. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫ്രം മൈ സൈഡ്. അതല്ലേ മനസ്സ് യങ്ങറാവാൻ വേണ്ടിട്ടാണ് ഞാനും ഫുൾ ടൈം ഇരുന്നത്. ടീച്ചർ ഉള്ളത് ഒരു സീനിയർ ടീച്ചർ എന്ത് ടീച്ചറെ ഹെൽപ്പ് ചെയ്യലോ എന്നില്ല ഒരു മനസ്സിലോ. അപ്പൊ അതില് നമുക്ക് ഒരു സന്തോഷ സമാധാനം കിട്ടും. നോക്കി ശില്പ, രുക്മാൻ ഞങ്ങളെ 17 പാസ് ഔട്ട് ആയിട്ട് ഞാൻ പ്രിൻസിപ്പളായി ഇരുന്നിട്ട് അതിന്റെ പിറ്റത്തെ കൊല്ലം പാസ് ഔട്ട് ആയ സ്റ്റുഡന്റ് ആണ്. അവൻ നല്ല വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റുഡന്റ്. IIM ഫസ്റ്റ് അഡ്മിഷൻ IIM ലാണ്.
പൈനൂർ കോളേജിൽ തന്നെ വേറെ ആരും IM പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, കോമേഴ്സിൽ എന്തായാലും ഇല്ല. IMലൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് റിയലി ഒരു മാറ്റർ ഓഫ് പ്രൈഡ് തന്നെയാണ് ഞാൻ ടീച്ചറെ. അതെന്തായാലും ബിക്കോസ് ഏലെല്ലാം കയറുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഐ നോ ദ കൈൻഡ് ഓഫ് പെർസെന്റേജ് 99.99 ഉണ്ടെങ്കിലേ ഏല് കയറാൻ പറ്റുള്ളൂ. അതെ അതെ. നമ്മള് നേരത്തെ അതിലിവിടെ കണ്ട ഒരു അൻവറും നമ്മളെ ഒരു പഴയ സ്റ്റുഡന്റ് ആണ്. ബിസിനസ് ആണ്, ഗൾഫിലാണ്, ബിസിനസ് ആണ്. അപ്പൊ ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പൊ അവന്റെ മരുമകനാണ് ലുക്മാൻ. അപ്പൊ നല്ല സ്മാർട്ട് ആയിട്ടുള്ള കുട്ടിയാണ്. അവന് അങ്ങനെ IIMൽ തന്നെ പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഒരു കൊല്ലം പഠിക്കുന്ന സമയത്ത് തന്നെ അതിനുവേണ്ടി മെനക്കെട്ടു. പിന്നെ ഒരു കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു. അത് നമ്മളെ പ്രൗഡ് അലുമിനിയാണ് അവൻ. എന്തായാലും മാറ്റർ ഓഫ് പ്രൈഡ് തന്നെയാണ് നമുക്കത്. എന്തായാലും ആരൊക്കെയോ ഇത് കണ്ടുകൊണ്ട് കുറച്ചുപേര് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഞാനും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് താല്പര്യം വന്നിട്ടുണ്ട്. അത് ഇനി അടുത്ത സെഷനിൽ ആവാം. എന്തായാലും നിങ്ങള് അടുത്ത ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്തത് സീരീസും നിങ്ങൾ ചെയ്യണം. അപ്പൊ കുറെ ആൾക്കാരുടെ പെർസ്പെക്ടീവ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓരോരിടത്തും നമുക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേസ് ഉണ്ടാവും, എന്തെങ്കിലും ലേണിംഗ് എന്തായാലും ഉണ്ടാവും ഓരോരാളും. ഇപ്പൊ ഈ വെബിനാർ ആവുമ്പോൾ താല്പര്യം ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം അവര് നിങ്ങളിപ്പം നിങ്ങൾക്ക് ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വരല് വളരെ ബുദ്ധിമുട്ട്. ഇപ്പൊ ഏഷ്യൻ പെയിന്റ്സിലാണ് ഒരു വെങ്കടേഷ് വർക്ക് ചെയ്യുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അവര് സംസാരിക്കാൻ എന്താണ് കോർപ്പറേറ്റ് ഫിനാൻസിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടി അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം സംസാരിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. ഇന്നലെ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇവിടുന്ന് ശരിക്കും ഒരു ശനിയാഴ്ച ഞായറാഴ്ച ആണെങ്കിലും പ്രയാസേ ഇല്ല. അല്ലെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ മാറ്റി വെച്ചാലും പ്രയാസമില്ല. ഇതൊരു നല്ല ഒരു പ്ലാറ്റ്ഫോം അല്ലേ? താല്പര്യമുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പ്ലാറ്റ്ഫോം. നമ്മൾക്ക് ഓരോ ചേഞ്ച് ഇപ്പം ഈ സമയത്ത് എവിടെയും പോകാനും പറ്റില്ലാത്തതുകൊണ്ട് അവരവരുടെ സ്ഥലത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. വെരി ഗുഡ്. സന്തോഷം. താങ്ക് യു ടീച്ചർ. താങ്ക് യു സന്തോഷം ശിൽപ. നേരെ കണ്ടതുപോലെ തന്നെയായി. കറക്റ്റ്. ഇനിയും കണ്ടുമുട്ടാം. ഓക്കെ ശരി. മൂസിൻ അടുത്ത ഒരു റിസോഴ്സ് പേഴ്സൺ ആണ്, ഇവിടെ കാണുന്നുണ്ട് ആള്. അനദർ പ്രൗഡ് അലുമിനി. GST പറ്റി അടുത്ത ക്ലാസ് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പറയുന്നില്ല അല്ലെ, കേൾക്കുന്നില്ല. വീഡിയോ കാണുന്നുണ്ട്. മൂസൻ ഹലോ. സുഖല്ലേ? എന്താ മുടിയെല്ലാം കേറിപ്പോയാ? ഇത് മറ്റു കുട്ടികളെ വിചാരിക്കട്ടെ, ഇതൊരു പേഴ്സണൽ ടോക്ക് ആണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ മറ്റു കുട്ടികളോട്. അതെ 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 അതെ, ഇവിടെ സമയാവുന്നല്ലേ ഉള്ളൂ. ഓ അത് ശരി. ആടെ നിന്നിട്ട് മുടിയെല്ലാം ഇതാവുന്നുണ്ട്. നീ നാട്ടിലേക്ക് വാ, എന്നിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യും. അതാ വേണ്ട. ഗൾഫിൽ നിന്നാല് അവരുടെ ആരോഗ്യം പോകും. എന്തായാലും ഇറ്റ് വാസ് എ വെരി ഗുഡ് സെഷൻ മാം. അതെ അല്ലേ? ശരി, ഓക്കെ. അതാ ശില്പയോട് പറഞ്ഞ ശില്പ നമ്മളെ പഴയ 93-95 നമ്മളെ BCom വരുന്ന മുമ്പുള്ള ബാച്ച്. അതെ, ഐ റിയലി മിസ്. അത് പറയണമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ. ആ BCom ചെയ്യാൻ അവിടെ പറ്റിയില്ല. ഒരു വർഷം ആ സമയത്തെ ഞാൻ പറഞ്ഞ പോലെ ആ സമയത്തെ നാരായണമാഷ് അത്രക്കും ഹാർഡായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ MSc കെമിസ്ട്രി പറഞ്ഞതുപോലെ ഒരു വടംവലിയായിരുന്നു. അവസാനം മാനേജ്മെന്റ് നമ്മളെ കൂടെ നിന്നിട്ട് കിട്ടിയതാണ്. പക്ഷെ ഇത്രയും നല്ല കോളേജ് ആയിട്ടും ഇത്രയും നല്ല റിസൾട്ട് ആയിട്ടും ഇതുവരെയും PG കിട്ടിയില്ല. അടുത്തുള്ള എല്ലാ ആളുകൾക്കും കിട്ടി. ഇനി നമുക്ക് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. മാടായി കോളേജിലുണ്ട്, കാഞ്ഞങ്ങാട് കോളേജിലുണ്ട്, സകലമാന കോളേജിലും MCom വന്നു. നമ്മളെ മാത്രം ഒഴിച്ചു വെച്ച്. എന്താ കാരണം എന്ന് ഒരു പിടിയും. ടീച്ചർ ഇൻട്രോ കൊടുത്തപ്പം ഐ സോ ദാറ്റ് എക്സൈറ്റ്മെന്റ് ഇൻ ശിൽപ മാം. എനിക്ക് ശരിക്കും അത് മനസ്സ് നിറഞ്ഞു വന്നോ. എനിക്കത് ബിക്കോസ് അന്നത്തെ സാഹചര്യങ്ങളിലൊക്കെ അതിജീവിച്ച് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി ടീച്ചറും മാഷും ചെയ്ത കുറെ കാര്യങ്ങളാണ് എനിക്ക് അത്. ബസ് സ്റ്റോപ്പ് തന്നെയാണ് ഇവളുടെ ഷോപ്പ്. അവിടെ അച്ഛന്റെ ഷോപ്പ് ബസ് സ്റ്റോപ്പ് തന്നെയാണ്, പൈനൂര് സെന്ററില്, മെയിൻ റോഡിൽ സെന്ററിൽ. By the time we are there in college, I think
facilities and other things were much better. So I think we didn't had those kind of problems or anything during our study. അതെ അല്ല മൂസിന് അത്രയൊന്നും ആയിട്ടില്ല. ഏത് കൊല്ലാ പാസ് ഔട്ട് മൂസിൻ? 11th അത്രേ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് CA കഴിഞ്ഞ് ഇപ്പൊ ഗൾഫിൽ വർക്ക് ചെയ്യുന്നു. കൊറേ ആള് ഇപ്പൊ ശില്പേന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്ന പോലെ ഇയാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ട ആളാണ്. അതെ ഇല്ല, എനിക്കത് പറയുന്നതിനെ കൊണ്ട് ഒരു പിന്നെ ഒബ്ജെക്ഷൻ ഒന്നുമില്ല ടീച്ചർ. ബിക്കോസ് നമ്മുടെ ലേണിംഗ് നമ്മൾ ഷെയർ ചെയ്യുന്നോണ്ട് I don't have any personal issue, but it's not just a personal thing. It's very indie personal thing for me. It was like a life changing scenario. Definitely they played a real great role in molding me. No, even after our college life also still they are having some kind of influence in our life. So that's the great thing. We are getting some time to patch up that gap in that relationship. ശരി, ഇപ്പം വിളിച്ചപ്പോ നേരത്തെ പോലെ ഇപ്പം പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിഷമം വന്നു കഴിഞ്ഞാലും വിളിക്കുന്ന കുട്ടികൾ ഇപ്പൊ ഉണ്ട് ശില്പ. അത് നമ്മുടെ സന്തോഷം, അതാണ്. അത് ഇപ്പൊ ഒരാളുടെ സ്വഭാവമല്ലേ. അത് ടീച്ചറിന് അത്ര അധികം പിന്നെ ഒരു റെസ്പെക്റ്റും ഒരു ഇന്റിമസി ഉള്ളത് കൊണ്ടല്ല അങ്ങനെ ഒരു ധൈര്യത്തിൽ വിളിക്കുന്നത്. അതെന്തായാലും ദാറ്റ്സ് ബിക്കോസ് നിങ്ങൾ മോൾഡ് ചെയ്ത അത് കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അതൊരു ഇതാണ് ടീച്ചിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. മറ്റു കുട്ടികൾക്ക് ബോറടിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് തൽക്കാലം ഓക്കെ ടീച്ചർ. താങ്ക് യു മോസിൻ, നൈസ് മീറ്റിംഗ് യു. Thank you, ma'am. Thank you. Yeah. Okay, thank you.